ഹലോ ഹലോ എവ്രിവൺ. ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണ്. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഒരു പനീന്റെ സീസൺ ആണ്, എല്ലാവർക്കും ചെറിയ ചെറിയ പനിയൊക്കെ ഉണ്ട്. ആണോ? ഓക്കെ ഓക്കെ. ഇനി അതെ അതെ, മഴ പെയ്യുന്നു, ചിലയിടത്ത് മഴ പെയ്ത് റോഡ് പോകുന്നു അല്ലേ? ആ അതെ അതെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. നമ്മുടെ ട്രെയിനിങ്ങിന്റെ ജേണി നമ്മൾ വീണ്ടും അങ്ങനെ മുന്നോട്ട് പോകുകയാണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഹൗ ഡു യു ഫീൽ? എന്തൊക്കെയാണ് ഈ ഒരു ട്രെയിനിങ് ബാച്ചിലേക്ക് വന്നതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മള് ഓൺലി 2 days കഴിഞ്ഞിട്ടുള്ളൂ, നമ്മൾ തുടങ്ങിയിട്ടില്ല. എത്രയായി? 3 days ആ? 3 days. 3 days അല്ലേ സർ? 3 days ആയില്ലേ? ഓക്കെ ഓക്കെ, ഗുഡ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയതാ. ഓക്കെ ഓക്കെ, ഗുഡ്. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ. നമ്മള് കുറെയൊക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മള് പിന്നെ ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഓരോരുത്തര് ടാസ്ക് ചെയ്യുന്നതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ചെയ്യാത്തവരെ പിടിക്കും, ചാക്കുമായിട്ട് വരുന്നതായിരിക്കും ഓരോരുത്തരെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഹലോ സർ, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറയാലോ. ഞാൻ ചെയ്യാത്തത് വേറൊന്നുമല്ല, എനിക്ക് ആദ്യം ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഒന്നാമത് ഞാൻ ഇതിലുള്ളവരൊക്കെ ഇത്തിരിയൊക്കെ ഈ സൈക്കോളജി ഫീൽഡിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ക്ലാസ്സിലുള്ളതെന്ന് എൻ്റെ ഒരു ധാരണ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ട്രെയിനിങ്ങിന് കയറുന്നതും ഇങ്ങനത്തെ ഒരു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, അതും ഓൺലൈനായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കിത് എവിടുന്ന് തുടങ്ങണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ ഭയങ്കര കൺഫ്യൂഷനോട് കൂടിയിട്ടാണ്. അപ്പം ഇവരിങ്ങനെ എഴുതിയിടുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. കണ്ടിട്ട് എനിക്ക് ഇന്നാണ് അത് എങ്ങനെ വേണമെന്നുള്ളൊരു രൂപം കിട്ടി തുടങ്ങിയത്. എങ്ങനെ എഴുതണം എന്നുള്ള സാറിന് ഞാൻ എഴുതി വെച്ച പോയിന്റ്സ് ഇപ്പൊ ഇന്നലെ സാർ ഇട്ടെന്നെല്ലാം കൂടെ കണ്ടപ്പോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോ ടീച്ചറാണല്ലോ, അപ്പൊ കോഴ്സിലാണുള്ളത്. ഞാൻ RP ആണ്, ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പൊ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പൊ അതിന്റെ ഇന്നലെ കോഴ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു തിരക്കായതുകൊണ്ട് എനിക്ക് ഇതിന്റെ മുന്നിൽ ഇരിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നല്ലോണം ഒന്ന് വ്യക്തത വരുത്തിയാലല്ലേ നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ എഴുതാതിരുന്ന്. ഒരു ഐഡിയ ഉണ്ട്, എനിക്കതൊന്നും ഫ്രീ മൈൻഡ് ആയിട്ടില്ല സാർ. ഞാൻ എന്തായാലും ചെയ്യും. ഈ ഒരു വീക്ക് ഭയങ്കര ഒരു പീക്ക് വീക്ക് ആയിപ്പോയി. കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. ഓക്കെ സാർ. ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പൊ ഇനി പിന്നെ ആർക്കെങ്കിലും കൺഫ്യൂസ്ഡ് ആണ്, എവിടെയെങ്കിലും ഒക്കെ സ്റ്റക്ക് വരുന്ന സമയത്ത് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി ചോദിക്കാം. ഓൾവേസ് ഞാൻ അവൈലബിൾ ആയിരിക്കും. സാറോട് എങ്ങനെയാ ഇപ്പൊ ചോദിക്കുക? ഇതിപ്പോ ഭയങ്കര സിമ്പിൾ ഒരു കാര്യമാണല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് ആ വിചാരിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ പഠിക്കാൻ വന്നവരാണ്, എന്തും തുറന്നു ചോദിക്കുക, എന്ത് പൊട്ടത്തരവും ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്ത് പൊട്ടത്തരവും ചോദിക്കാം. അപ്പൊ അത് ആ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇവിടെ ആരും എന്ത് വിചാരിക്കുന്നു വിചാരിക്കേണ്ട. സാഹിർ സാറ് അപ്പൊ ഞാൻ തന്നെ ബെറ്റർ. ഞാൻ എല്ലാ കാര്യവും 5 മിനിറ്റ് വിടുമ്പോ ഞാൻ സാറിന് വോയിസ് അയച്ചിരിക്കുക. സാഹിർ സാറ് പേഴ്സണലി വന്ന് ഇങ്ങനെ ചോദിക്കല്ലോ ഓരോന്ന്. അപ്പോ ചോദിക്കാം, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. കാരണം നിങ്ങൾക്ക് പിന്നെ എവിടെയെങ്കിലും ഒരു സ്റ്റക്ക് വരുന്ന സമയത്ത് യു കൻ ആസ്ക് ആസ് എ ഒരു ഫ്രണ്ടിനെ പോലെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കൂടുതൽ പറയുന്നില്ല, നമ്മളുടെ പോർഷൻസിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇപ്പോ ഓൾറെഡി നമ്മൾ നിഷ് ഇട്ടു, അതിനുശേഷം 10 ടോപ്പിക്സ് ഇട്ടല്ലോ. അപ്പൊ ഇനി മുതൽ നമ്മൾ ഈ ടോപ്പിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു വോയിസ് നോട്ട് ഇടാൻ പോകുന്നത്. ഓക്കെ, ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? വോയിസ് നോട്ടുകൾ ഇടണം. ഈ ടോപ്പിക്, നിങ്ങൾ ഇട്ട ടോപ്പിക്സിനെ അധികരിച്ചുകൊണ്ടാണ് നിങ്ങൾ വോയിസ് നോട്ട് ഇടേണ്ടത്. നിങ്ങൾ എല്ലാവരും വിമ്പിൾ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഉണ്ടല്ലോ അല്ലെ? ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലില്ലേ? അതിൽ എന്റെ വോയിസ് നോട്ട് വരുന്നത് കേൾക്കാറുണ്ടോ? പോട്ടെ, അല്ലെങ്കിൽ കാണാറെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലെ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലും കാണാറെങ്കിലും ഉണ്ടാകും. അപ്പൊ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? വോയിസ് നോട്ടുകൾ ഇടണം. അത് നമ്മുടെ ഗ്രൂപ്പിലാണ് വോയിസ് നോട്ട് ഇടേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റോറി എടുക്കുകയാണെങ്കിൽ, അതായത് ഇന്നിപ്പോ നമ്മൾ വിമ്പിൾ അക്കാദമി എന്ന് പറഞ്ഞ ഒരു
ഒരു സ്ഥാപനവും അതേപോലെ തന്നെ 10, 25, 35 കോഴ്സുകളും 20-ലധികം ഫാക്കൽറ്റീസും 10-ലധികം സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിന്റെ ഒരു ഫസ്റ്റ് തുടക്കം എന്ന് പറയുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സ്കിൽ ടോക്സ് എന്ന് പറയുന്നത് അതിന്റെ പേര്. ഒരു സ്കിൽ ടോക്സ് എന്നായിരുന്നു പേര്. അപ്പൊ ഇതില് നമ്മൾ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് വായിക്കുന്ന ആളാണ്. ചെറുപ്പത്തിലേ തന്നെ വായിക്കാറുണ്ട്. അപ്പോൾ വായിക്കുക മാത്രമല്ല, അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും. വായിക്കുന്നതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് പോകും. അങ്ങനെ നമുക്കും അങ്ങനെ തോന്നാറില്ലേ? നമുക്കൊന്നെങ്കിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആരോടെങ്കിലൊക്കെ പറയണം തോന്നാറില്ലേ? എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നാറുണ്ടോ അങ്ങനെ? ഈ സംഭവം ആരെങ്കിലും പറഞ്ഞാൽ കൊള്ളാം തോന്നാറുണ്ടോ നിങ്ങൾക്ക്? അപ്പോ ഓക്കെ. അപ്പോ ഇതേപോലെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ആളുകളൊക്കെ അതിൽ ആഡ് ചെയ്തു. പിന്നെ പതിയെ പതിയെ നമ്മൾ എന്ത് ചെയ്തു, ഓരോ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് രാവിലെ വോയിസ് ഇടും. അന്ന് കറക്റ്റ് ആയിട്ട് ഒരു 6 മണിക്കും 7 മണിക്കും മുമ്പായിട്ട് ഉള്ളിലായിട്ട് ഒരു വോയിസ് ഇടും. എല്ലാ ദിവസവും ഇടും. അത് ലൈവ് വോയിസ് ആണ്, റെക്കോർഡഡ് വോയിസ് ഒന്നല്ല. ലൈവിൽ തന്നെ ഒരു വോയിസ് ഇടും. അങ്ങനെ അത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി ഒരു 5-6 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്തു. അതായത് ഒരു ദിവസം മുടക്കില്ലാതെ ചെയ്യും. ചിലപ്പോ ചില ദിവസങ്ങളിൽ നമ്മൾ ട്രെയിനിലോ മറ്റൊക്കെ പോകേണ്ടൊക്കെ വരുന്ന സമയങ്ങളിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എടുത്തു വെക്കും അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട്. ചിലപ്പോൾ എൻ്റെ വൈഫൊക്കെ ചോദിക്കും, ചില ദിവസങ്ങൾ അത്രയും തിരക്കായിട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ പോകുന്നതിന്റെ ഇടയിൽ ആ ഗ്രൂപ്പിൽ വോയിസ് വരുമ്പോൾ വൈഫ് ചോദിക്കും, ഇക്ക് എപ്പോ ഇത് എവിടെന്നാ ചെയ്തത്, എപ്പോഴാ ചെയ്തതെന്ന് ചോദിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് പോയതായിരുന്നു. അങ്ങനെ ആ ഗ്രൂപ്പിൽ ഏകദേശം ഒരു 800 ആളുകളൊക്കെ ആയി. അവസാനം ആളുകൾ കൂടി അങ്ങനെ വന്നതാണ്. അപ്പോ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിങ്ങിന്റെ, പിന്നീട് നമ്മൾ പ്രൊഫഷണൽ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത് ആ ഗ്രൂപ്പിൽ നിന്നായിരുന്നു. ആ ഗ്രൂപ്പിലുള്ള ആളുകളാണ് എൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി വന്നത്. ഇപ്പൊ നമ്മൾ ഈ വിംബിൾ ട്രെയിനിങ് എന്നുള്ള ഗ്രൂപ്പിൽ തന്നെ പലപ്പോഴും എൻ്റെ ചില വോയിസുകൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് അവർ വന്ന് ജോയിൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പ്രാക്ടീസിന്റെ ഭാഗമാണ്. ശരിക്കും നമ്മുടെ നോളജ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മൾ എപ്പോഴും കാണണം. ഒരിക്കലും ഫിസിക്കലി ഉള്ള ക്ലാസ്സുകൾ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി നമ്മൾ പോകുമ്പോൾ എടുക്കുമ്പോൾ ഉള്ള ഒരു സപ്പോർട്ട് ഇല്ലേ, ഈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുന്ന പ്രാക്ടീസാണ്. നമ്മളൊരു ഫിസിക്കൽ ക്ലാസ്സിന് പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് സ്റ്റോറീസോ അതല്ലെങ്കിൽ എക്സാമ്പിൾസോ ഇൻസൈറ്റുകളോ നമുക്ക് പറയാൻ കിട്ടാതാകുന്നത് നമ്മൾ ഇതേപോലെ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വേദിയിൽ പോയി നിന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ എവിടെന്നെങ്കിലുമൊക്കെ വരും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഇത്രയും ഒരു ഇതിലായല്ലോ, ബട്ട് സ്റ്റിൽ ഞാൻ വോയിസ് ഇടുന്ന കണ്ടില്ല നിങ്ങൾ? സമയം ഉണ്ടാക്കിയിട്ട് ഞാൻ വോയിസ് വിടും. അപ്പോൾ ഇതേപോലെ നമ്മൾ എത്ര ഡെവലപ്പ് ആയി കഴിഞ്ഞാലും നമുക്ക് അതിന് സമയം കണ്ടെത്താനും, ഞാൻ അത്രയും വലുതായി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇട്ടില്ലെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് അതൊരു കണക്ഷനാണ്, ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ആളുകളുമായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഒരു വാട്സപ്പിൽ വോയിസ് ഇടാനാണ്. ആദ്യം പഠിക്കേണ്ടതും ആദ്യം ചെയ്യേണ്ടതും നിങ്ങളൊരു വാട്സപ്പിൽ വോയിസ് വിടാൻ വേണ്ടി നിങ്ങൾ ആദ്യം പഠിക്കുക. അവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജിയും അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കും അവിടെ നിന്ന് കിട്ടുന്ന ഒരു മോട്ടിവേഷനും അവിടെ നിന്ന് കിട്ടുന്ന ഓരോ സ്റ്റെപ്പും ആണ് പിന്നീട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ അത് കേവലം ഒരു വാട്സപ്പിൽ ഒരു വോയിസ് അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഇതൊരു വാട്സപ്പ് ഡിസ്കഷൻ ആയിട്ട് കാണരുത്. ഇത് നമ്മൾ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടിയിട്ട് ഒരു വാട്സപ്പിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നതല്ല. അങ്ങനത്തെ ഒരു ടാസ്ക് ആയിട്ട് കാണരുത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാനും പാടില്ല. മറിച്ച് നിങ്ങൾ ഒരു ടീമിന് ക്ലാസ് എടുക്കുന്നത് പോലെ നിങ്ങൾ വിഷ്വൽ ചെയ്തിടണം, അല്ലെ? ഇപ്പൊ ഞാനും അഭിരാം സാറും നദീഷ് സാറും ഒക്കെ ഒരു ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്നത് പോലെ ഇടാന്നുള്ളതല്ല, മറിച്ച് ഞാനൊരു ക്ലാസ് എടുക്കുന്ന സ്റ്റൈലിലും ഞാൻ ക്ലാസ് എടുക്കുന്ന അതേ ഒരു ലാംഗ്വേജിലും നമ്മൾ എന്ത് ചെയ്യാം, വോയിസ് ഇടാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും സാറ് ക്ലാസ് എടുത്തതുപോലെന്നോ അതല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ ഒന്നും നമ്മൾ അതിൽ മെൻഷൻ ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ തന്നെ നമ്മൾ വോയിസ് നോട്ട് ഇടാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ആദ്യമായിട്ട് എനിക്ക്
നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വോയിസ് നോട്ട് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ വോയിസ് നോട്ട് ഇടാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഞാൻ എങ്ങനെ ഇടും എന്ന് ചിന്തിക്കരുത്. അതായത് ഇതെല്ലാം നോക്കിയിട്ട് ഇപ്പൊ എങ്ങനെ ഇടാൻ പറ്റാന്ന് വിചാരിക്കരുത്. മറിച്ച് ഒരു 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 സ്ട്രാറ്റജിയാണ് പറയുന്നത്. ഇങ്ങനെ ഇട്ടാ നന്നാകും എന്നാണ് പറയുന്നത്. എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം തികഞ്ഞിട്ട് ഞാൻ ഇടൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. ഓക്കെ, അപ്പോ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് തുടങ്ങാം. ഓക്കെ, നമ്മളെപ്പോഴും പഠിപ്പിക്കുന്ന സമയത്ത് അതിന്റെ ഒരു പെർഫെക്റ്റ് സ്ട്രാറ്റജി ആയിരിക്കും പഠിപ്പിക്കുക. അതിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുക. അത് ചിലപ്പോൾ 10ാമത്തെ വോയിസിലേക്ക് നമ്മൾ എത്താം. 1ാമത്തെ വോയിസിൽ എത്തണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കൂല. ചിലപ്പോൾ 1ാമത്തെ വോയിസിലും ആകുന്ന ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഡോണ്ട് കമ്പയർ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസുകൾ തമ്മിൽ കമ്പയർ ചെയ്യണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ ചില ആളുകൾ 0 ആയിരിക്കും, ചില ആളുകൾ 1 ആയിരിക്കും, ചില ആളുകൾ 3 ആയിരിക്കും. നമ്മൾ കമ്പയർ ചെയ്യാൻ നിന്നാൽ നമുക്ക് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ഞാൻ എവിടെയാണോ സെൽഫ് അക്സെപ്റ്റൻസ്, ഞാൻ എവിടെയാണോ ഞാൻ 1ാം ക്ലാസ്സിലാണ്, ഐ എം റെഡി ടു ലേൺ, ഐ എം റെഡി ടു ലേൺ, ഐ എം റെഡി ടു എക്സ്പ്രസ്, ഐ എം റെഡി ടു ലേൺ, ഐ എം റെഡി ടു എക്സ്പ്രസ്. അങ്ങനെ നമ്മൾ വിചാരിച്ചാലേ നമുക്ക് ഇവിടെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ 1ാം ക്ലാസ്സിലുള്ളവരുണ്ടാവും, 2ാം ക്ലാസ്സിലുള്ളവരുണ്ടാവും. എല്ലാവരും അങ്ങോട്ട് ഇട്ടോ, ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, അപ്പോ അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ട്രെയിനിങ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, അതെല്ലാവരും മനസ്സിലാക്കുക. ഒരു ട്രെയിനർ ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ട്രെയിനർ ആകാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് ഇത്ര ഇത് പോരാ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നിങ്ങളുടെ ട്രെയിനിങ് സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങളെ കൊത്തിക്കൊണ്ടുപോകും. നിങ്ങളെ എവിടെയെങ്കിലും ട്രെയിനറായിട്ട് ക്ലാസ് എടുക്കാം. ഞാൻ ഇത്ര നാളായി എന്റെ കരിയറിൽ ഞാൻ ട്രെയിനിങ് എടുക്കാം. ഇതുവരെ ഒരാളും എന്നോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. നിങ്ങൾ എവിടെ നിന്നാണ് ട്രെയിനിങ് കഴിഞ്ഞത്, അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പഠിച്ചത്, ഇതൊന്നും ആരും ചോദിക്കാനൊന്നും പോണില്ല. അപ്പോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു ഗിൽറ്റ് ഇങ്ങനെ ഉള്ളിൽ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്കില്ലുണ്ടോ നിങ്ങളെ കൊത്തിക്കൊണ്ടുപോകും. പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഒരു ആഡ് ഓൺ അങ്ങനെ കരുതിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒന്ന് തമ്പടിച്ച എല്ലാവരും ഒരു റിയാക്ഷൻ അടിച്ച റിയാക്ഷൻ. നമ്മുടെ സൂമിൽ ഒരു റിയാക്ഷൻ ഉണ്ട്, അറിയോ എല്ലാവർക്കും? അയവ ഓക്കെ, ചാറ്റിൽ മാത്രല്ല കേട്ടോ, ഇവിടെ ഇപ്പുറത്തുണ്ട് കണ്ട. ആയവ അടിപൊളി, കണ്ട നല്ല അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് കാണുന്നുണ്ടോ? PPT കാണുന്നുണ്ടോ? കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് പിന്നെ ഒരു സാമ്പിൾ മാത്രമാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ തുടങ്ങാന്നുള്ളതല്ല. അതിന്റെ ഒരു മാനദണ്ഡമായിട്ട് നിങ്ങൾ കാണുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ നമ്മളൊരു വോയിസ് ഇടുന്ന സമയത്ത്, ഒരു വാട്സപ്പിൽ നമ്മൾ വോയിസ് ഇടുന്ന സമയത്ത് ഡിഫൈൻ യുവർ മെയിൻ ഐഡിയ. ആസ്ക് യുവർ സെൽഫ് വാട്ട് വൺ ഐഡിയ ഡു ഐ വാണ്ട് ടു ഷെയർ. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു മെയിൻ ഐഡിയ നമ്മൾ ഡിഫൈൻ ചെയ്യാം. മനസ്സിലായില്ലേ? അതായത് എന്താണ് ഞാൻ പറയേണ്ടത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. സെറ്റ് ഇന്റൻഷൻസ്, കൺസിഡർ വാട്ട് യുവർ ലിസണർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഓർ ഫീൽ. അതായത് നമ്മളുടെ ലിസണറുടെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കേണ്ടത്. പിന്നെ ഈ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലിസണർ എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, ലിസണർ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്താണ് പറയേണ്ടത് എന്നതിനേക്കാൾ ഇയാൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇവരെന്താണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പവർ, ക്ലാരിറ്റി ഓഫ് ഇന്റന്റ് ബൂസ്റ്റ് യുവർ മെസ്സേജ് ഇമ്പാക്ട്. അതായത് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട്
നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം. ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. നെക്സ്റ്റ്, അപ്പൊ ഈ ഒരു സ്റ്റാർട്ട് വിത്ത് ക്ലിയർ പർപ്പസ്, അതായത് സ്റ്റാർട്ടിങ്ങിലെ തന്നെ നമുക്കൊരു ഇന്റൻഷൻ ഉണ്ടാവണം. വെറുതെ നമ്മൾ കയറിയിട്ട് ഒരു വോയിസ് ഇടലല്ല. ഓക്കെ, വെറുതെ കയറിയിട്ട് ഒരു വോയിസ് ഇടലല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വിംബിൾ ട്രെയിനിങ്ങിലൊക്കെ വെറുതെ ഇങ്ങനെ തോന്നുമ്പോൾ അങ്ങനെ ഒരു സാധനം അങ്ങനെയല്ല, മറിച്ച് എനിക്കൊരു ഇന്റൻഷൻ ഉണ്ട്. അതിന്റെ പിറകിൽ എന്താണ് ഈ ഒരു വോയിസിലൂടെ എന്ത് കൺവേ ചെയ്യണം, എന്താ ഒരു മനസ്സിലാക്കണം, എന്താ ഒരു ക്ലിയർ പർപ്പസോട് കൂടി തന്നെയാണ് നമ്മൾ ഇടുന്നത്. പിന്നെ ഞാൻ അതിന്റെ ആഡ് ഓൺ ആയിട്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇങ്ങനെ മാത്രമല്ല, മുന്നേ ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ കുറെ കൂട്ടുകാരന്മാരൊക്കെ ഉള്ള ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, കൂട്ടുകാരന്മാരുള്ള ഗ്രൂപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടില് ചിലപ്പോ നമ്മളൊക്കെ കുറെ സംഘടനകളിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, സംഘടനകളില്ലാത്ത ആരും ഉണ്ടാവില്ല. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും സംഘടനകളിലോ സാമൂഹികമായിട്ടുള്ള ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലേ. അപ്പോ ഇതിനൊക്കെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും. ഇവിടെയൊക്കെ നമ്മളും ഉണ്ടാവും, പിന്നെ കുറെ ആൾക്കാരും ഉണ്ടാവും. ഇവിടെയൊക്കെ വെറുതെ ഇങ്ങനെ ഓരോ മെസ്സേജുകളാ വരാം. അപ്പൊ ഇതിന് പകരം ഞാൻ മുമ്പ് ചെയ്യാറില്ല എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഇപ്പൊ ഒരു നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന കൂടെയുള്ള ഒരു നമ്മുടെ കൂടെ പിന്നെ നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപ്രീഷിയേഷൻ ഉണ്ടായി. അപ്പൊ ആ സമയത്ത് നമുക്കൊരു വോയിസ് നോട്ട് അയക്കാം. എങ്ങനെ, നമ്മൾ സാധാരണ ഒരു പൂവൊക്കെ ഇടുന്നതിന് പകരം നമ്മളൊരു വോയിസ് നോട്ട് തയ്യാറാക്കിയിട്ട്, നല്ലൊരു വോയിസ് നോട്ട്, ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടുന്ന രൂപത്തിൽ, അവർക്കൊരു അപ്രീഷിയേഷൻ ഒക്കെ കിട്ടുന്ന സമയത്തിൽ ഒരു സ്റ്റോറി ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇങ്ങനെ നേരത്തെ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. ഒരു സാമ്പിൾ പറഞ്ഞു തരണം. നമുക്ക് ഇതൊക്കെ ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. അതായത് നമ്മളും നമ്മളുടെ സാഹചര്യവുമായിട്ട് നിലനിൽക്കുന്ന എല്ലാ ഗ്രൂപ്പുകളും നമുക്ക് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അതൊരു സാമ്പിൾ ആയിട്ട് ഞാൻ അതിന്റെ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് തിരിച്ചു പോകുന്നു. സ്റ്റാർട്ട് വിത്ത് എ ക്ലിയർ പർപ്പസ്. ഇനി രണ്ടാമത്തതായിട്ട് യൂസ് ദ 3 പാർട്ട് സ്ട്രക്ചർ എന്നുള്ളതാണ്. യൂസ് ദ 3 പാർട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആദ്യത്തെ പാർട്ട് ഹുക്ക്. ആദ്യത്തെ പാർട്ട് 5 മിനിറ്റിന്റെ ആണ് നമ്മൾ പറയുന്നത്. 5 മിനിറ്റിന്റെ വോയിസ് ആണ് നമ്മൾ പറയുന്നത്. ഹുക്ക് 30 സെക്കൻഡ്സ്. ഹുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കൊക്കെ അറിയാം ഹുക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? കേട്ടിട്ടുണ്ടോ ഹുക്ക് എന്ന്? എന്താണ് അഷ്റഫ് സാറേ ഹുക്ക് എന്ന് പറഞ്ഞാ? കേൾക്കുന്നില്ല സാറേ? ഒരു നാടകീയമായ, അതായത് നമ്മൾ ആളുകളെ ആകർഷിക്കുന്ന ഒരു വാക്ക്. മീൻസ് എന്തോ നമ്മൾ പറയാൻ പോകുന്നുണ്ട് എന്ന ഒരു ധ്വനിയിൽ സംസാരിക്കും. ഓക്കെ 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 ഓക്കെ. വേറെ ആരാ പറയുന്നേ? വേറെ ആർക്കെങ്കിലും പറയണ്ട? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഹുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ആദ്യത്തെ നമ്മൾ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പീച്ചിൽ നമ്മൾ തുടക്കം കൊടുക്കുന്ന ഇമ്പാക്ട്, അവരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള ആ ഫസ്റ്റ് ഇമ്പാക്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഹുക്ക് എന്ന് പറഞ്ഞാല് എന്റെ മലയാളം ഞാൻ അടിച്ചു നോക്കുമ്പോ കൊളുത്ത് എന്നാണ് കാണുന്നത്. ഹുക്ക്, കൊളുത്തുക അല്ലെ. അപ്പോ പിന്നെ ഈ റീൽസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, റീൽസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 സെക്കൻഡ്സ് ആണ് റീൽസിൽ പറയുന്നത്. റീൽസ് എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റ് ആണല്ലോ വരുന്നത്, അല്ലെങ്കിൽ 90 സെക്കൻഡ്സ് ഒക്കെയാണ് നമ്മൾ പറയാ. അപ്പൊ റീൽസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറയാ ഫസ്റ്റ് 3 സെക്കൻഡ്സ് എന്താണോ നമ്മൾ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ റീൽ കാണണോ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് പോവല്ലോ. അപ്പൊ അതില് ഫസ്റ്റ് 3 സെക്കൻഡ്സ് ആദ്യത്തെ നമ്മളെ ഫസ്റ്റിനെ പോയിട്ട് ഹലോ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് എന്തായാലും ഫ്ലോപ്പായി പോകുന്ന അർത്ഥം. അതിനേക്കാൾ അപ്പുറത്ത് ആ ഫസ്റ്റ് 3 സെക്കൻഡ്സിൽ എന്താണോ പറയുക, അപ്പൊ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്നത് ഫസ്റ്റ് 3 സെക്കൻഡ്സ് മാത്രമാണ്. എന്നിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക ഈ റീല് നമ്മൾ കാണണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. സോ റീൽ എടുക്കുന്ന, വീഡിയോ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഫസ്റ്റ് 3 സെക്കൻഡ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇതേപോലെ 5 മിനിറ്റിന്റെ ഒരു വോയിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അതിലെ ഹുക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ്സ് ആണ്. 5 മിനിറ്റ് വോയിസ് ആർക്കും കേൾക്കാൻ ചിലപ്പോൾ അധികം താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ആൾക്കാർ കേൾക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ ഹുക്ക് പോയിന്റ് വിജയിച്ചു കഴിഞ്ഞാൽ, അതായത് 30 സെക്കൻഡ്സിൽ വരാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ്
ആ സാധനം കേൾക്കും ആൾക്കാർ. പണ്ടൊക്കെ നമ്മൾ ചെയ്യാറ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല പോയിന്റ് ഏറ്റവും അവസാനം കൊണ്ട് പറയും. ഏറ്റവും നല്ല പോയിന്റ് ഏറ്റവും അവസാനത്തിലാ പറയാ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല വേണ്ടത്. ഇപ്പൊ നേരെ തിരിച്ചാ. ഏറ്റവും ടോപ്പ് പോയിന്റ് ആദ്യം പറയണം. അപ്പോഴേ അടുത്ത പോയിന്റ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, പിന്നെ കേട്ട പോയിന്റ് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ആദ്യത്തെ പോയിന്റ് ടോപ്പ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും എന്താണ് അത് കിഡിലോസ്കി സാധനമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കേൾക്കാം, ഒന്ന് ഇരിക്കാം. എന്നിട്ട് എന്താവും കുറച്ചും കൂടി ഇങ്ങനെ 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 ബാക്കി അവസാനം വരെ. അപ്പൊ പിന്നെ അവസാനം കേട്ട പോയിന്റ് ഒക്കെ തന്നെ എന്നാലും കുഴപ്പമില്ല. അവൻ എന്തായി അതിനോട് പിന്നെ പൊരുത്തപ്പെട്ടു പോകും. അപ്പോ വോയിസ് ഇടുമ്പോൾ ഫസ്റ്റ് 30 സെക്കൻഡ്സ് എന്ന് പറയുന്നത് അതിന്റെ ഹുക്ക് പോയിന്റ് ആണ്. അതായത് ആളുകളെ, നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു ഘടകം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഗ്രാബ് അറ്റൻഷൻ വിത്ത് എ ക്വസ്റ്റ്യൻ, സ്റ്റോറി ഓർ ബോൾഡ് സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായില്ലേ? അത് ഒരു സ്റ്റോറി ആകാം, അതല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആകാം, അതല്ലെങ്കിൽ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആകാം. അപ്പൊ ഒരു ഉദാഹരണത്തിന്, ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് യുവർ ഓഡിയൻസ് ഈസ് ഇൻ ലിസണിങ്. അതല്ലെങ്കിൽ എ സ്റ്റോറി, യെസ്റ്റർഡേ ഐ ഫേസ്ഡ് എ ചലഞ്ച് വൈൽ ട്രെയിനിങ്. ഇങ്ങനെ ഇത് ഇംഗ്ലീഷിലാകുമ്പോൾ മലയാളത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇന്നലെ ട്രെയിനിങ് എടുക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള എന്തോ ആകാം. ചിലപ്പോ ഒരു റിപ്പോർട്ട് ആകാം, ഒരു ഒരു ഡാറ്റയാകാം, അല്ലെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് ആയിരിക്കാം, അന്നത്തെ ഒരു ന്യൂസ് റിപ്പോർട്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് റിപ്പോർട്ടിനെ അധികരിച്ച് സംസാരിക്കാം, അതല്ലെങ്കിൽ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ടോ, അതല്ലെങ്കിൽ നമ്മളൊരു കമ്പാരിസനുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെയുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. ഇതാണ് ഹുക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് കേൾക്കുമ്പോൾ അവർക്ക് അതിലെന്തോ ഒരു കണ്ടന്റ് വരാനുണ്ട്, ഇത് നമുക്ക് കേൾക്കേണ്ടതാണ് എന്ന ഒരു തോന്നൽ എന്താണ് അവർക്ക് രൂപപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ആ ഹുക്ക് പോയിന്റ് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി അതിന്റെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ആണ്. മെസ്സേജ് അതായത് ഷെയർ യുവർ മെയിൻ പോയിന്റ്. ആ ഒരു 3 to 4 മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ പോയിന്റുകൾ. അപ്പൊ അത് പോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് 1, 2, 3, 4 ഒക്കെ അങ്ങനെ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അത് പിന്നെ ഒന്നുകിൽ നമ്മളത് പോയിന്റ് ആയിട്ട് പറയാം, അതല്ലെങ്കിൽ പിന്നെ ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് അങ്ങനെ പറയാം, അതല്ലെങ്കിൽ പോയിന്റ് അവിടെ എഴുതി വെച്ചിട്ട് ആ പോയിന്റുകൾ മാത്രം പറയാം. ആ രീതിയും ആകാം. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, സപ്പോർട്ട് ഇറ്റ് വിത്ത് എ റിയൽ എക്സാമ്പിൾ. ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ എക്സാമ്പിൾ, അതല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇൻസൈറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഡെഫിനിഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ ചോദിക്കൂലേ, സാറേ നമുക്കിതൊരു മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞുതരുമോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ പറയുമ്പോൾ അതിനെ ഒരു റിയൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലൊക്കെ നടക്കുന്ന സംഭവങ്ങളുമായി തട്ടിച്ച് പറയും. ഇപ്പൊ നമ്മള് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഈ ട്രെയിനർമാരുടെ ചില റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നാറില്ലേ, ഇത് ശരിക്ക് നമ്മുടെ ഒരു ലൈഫ് പോലെ തോന്നാറില്ല, ഇത് എന്റെ ലൈഫിൽ ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് തോന്നാറുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ചിലപ്പോ ഹസ്ബൻഡ് വൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊന്ന് യാത്രയെ കുറിച്ച് പറയുന്നതായിരിക്കാം, കളിയെ കുറിച്ച് പറയുന്നതായിരിക്കാം, മക്കളെ കുറിച്ച് പറയുന്നതായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോൾ ചിലപ്പോ നമുക്ക് തന്നെ തോന്നാറുണ്ട്, ഇത് എന്റെ ലൈഫിലും ഇങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ തോന്നാറുണ്ട് നിങ്ങൾക്ക്? തോന്നാറുണ്ട് ആർക്കെങ്കിലും? ഉണ്ട്, ശരിയാണ്. ഉണ്ട്. ഒരാൾക്ക് മാത്രമാണോ, ബാക്കിയുള്ളവർ നിങ്ങൾക്ക് പിന്നെ ഉണ്ട്. ഉണ്ട്. ഓക്കെ, നിങ്ങളോട് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളുടെ എല്ലാവരുടെയും ലൈഫൊക്കെ ഒരേപോലെയൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 80% ഒക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറെ കാര്യങ്ങളില്ലേ, നമ്മൾ പുറത്ത് പോകുന്നു, ഒരാളോട് കാണുന്നു, സംസാരിക്കുന്നു, സാധനം മേടിക്കുന്നു, അപ്പുറത്ത് ബാങ്കിൽ പോകുന്നു, സെക്യൂരിറ്റിക്കാരനെ കാണുന്നു, ആളോട് ചിരിക്കുന്നു, അപ്പുറത്ത് പോയിട്ട് ക്യാഷ് മേടിക്കുന്നു, ഇപ്പുറത്ത് പോയിട്ട് പച്ചക്കറി മേടിക്കുന്നു, പിന്നെ അപ്പുറത്ത് നമ്മുടെ കുട്ടീനെ പോയി വിളിക്കുന്നു, അവിടെ നിന്ന് നമ്മൾ സ്കൂട്ടറിൽ പോയിട്ട് അപ്പോൾ അവിടെ കുണ്ടിൽ വീണു, അവിടെ നിലത്ത് വീണു, പിന്നെ അപ്പൊ ഹോസ്പിറ്റലിൽ പോയി നഴ്സിനായിട്ട് ഇഞ്ചക്ഷൻ വെച്ചു, പിന്നെ അങ്ങനെ തന്നെ ഓട്ടോറിക്ഷ വീട്ടിൽ പോയി. കുറെ സംഭവങ്ങൾ നമ്മളെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ തന്നെ ആയിരിക്കും.
ഈ സാധനത്തെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് പറ്റുന്നിടത്ത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആയി. അത്രേ ഉള്ളൂ അല്ലെ? ഇവരൊക്കെ പറയണത് അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ് പറയുന്നത്. അതല്ലാതെ വേറെ എവിടെ നിന്നും ഒരു ഉണ്ടാക്കിയ സംഭവങ്ങളൊന്നല്ലല്ലോ പറയുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്താൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത് ഷെയർ യുവർ മെയിൻ പോയിന്റ്, സപ്പോർട്ട് വിത്ത് റിയൽ എക്സാമ്പിൾ. മനസ്സിലായില്ലേ? റിയൽ എക്സാമ്പിൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള റിയൽ എക്സാമ്പിൾ നമ്മൾ ഒരെണ്ണം പറയാം. പിന്നെ കീപ് ഇറ്റ് കോൺവെർസേഷണൽ, നോട്ട് എ ലെക്ചർ. അത് വളരെ മെയിൻ പോയിന്റ് ആണ്. അതായത് നമ്മളൊരു ട്രെയിനിങ്ങിലേക്ക്, പണ്ട് കാലത്താണ് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒരു അടിച്ച് കലക്കിയിട്ട് പിന്നെ പറയുന്ന ഒരു പ്രസംഗമൊക്കെ ഉണ്ടാവും. അത് ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. നമ്മൾ സുനിൽ പി ഇളയടൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ടില്ലേ? അതല്ലെങ്കിൽ അങ്ങനെ സുകുമാർ അഴീക്കോടൊക്കെ സംസാരിച്ച് അങ്ങനെ പോകുന്നൊരു സംഭവം ഉണ്ട്. പക്ഷെ അതല്ല നമ്മൾ പഠിക്കുന്ന സാധനം അതല്ല. ഒരു ലെക്ചർ അല്ല നമ്മൾ നടത്തുന്നത്, ലെക്ചറിങ് അല്ല. നമ്മളൊരു കോൺവെർസേഷൻ ആണ്. അതായത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും ഒരു വലിയൊരു പബ്ലിക് സ്പീക്കറെ പോലെ എങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല, ഞാനൊരു നോർമൽ കോൺവെർസേഷൻ ആണ് ഞാൻ നടത്തുന്നത്, അല്ലേ? ആണോ? എന്താണ്, ഹൗ ഡു യു ഫീൽ? എന്താണ് അല്ലേ? അതെ, നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. അതല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് വോയിസ് നോട്ട് തയ്യാറാക്കലാണ്, അതെങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റോബോട്ടിനെ പോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോ വളരെ ബോറായിരിക്കും, നമുക്കത് താല്പര്യം ഉണ്ടാവൂല. അതായത് നമ്മൾ അങ്ങനെ ഒരു റെഡിമൈഡിസം കാണിക്കുമ്പോൾ എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ വാക്കുകൾ തന്നെ നമുക്ക് കിട്ടാതാവും. നമ്മൾ പല വാക്കുകൾ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, വെയിറ്റിംഗ് പീരീഡ് കൂടും. നമ്മളിപ്പോ തന്നെ ഉള്ളത് തന്നെ 1-ലും 1.5-ലും 2-ലും ഒക്കെ ഇട്ട് കേൾക്കണത്, അല്ലേ? അതായത് എത്രയും സ്പീഡിൽ കേൾക്കുക. അപ്പൊ നമ്മൾ വന്നിട്ട് അത്രയും സ്ലോയില് സംസാരിച്ചു കഴിഞ്ഞാല് ആളുകൾക്ക് അത് ദഹിച്ചോളണമെന്നില്ല. അപ്പൊ നോർമൽ സ്പീഡിൽ നമ്മൾ കോൺവെർസേഷൻ പോലെ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതാണ് ആളുകൾക്ക് ഇപ്പോഴത്തെ ഇഷ്ടം, ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്. നാളെ എന്താവും എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് ഇപ്പൊ നോർമൽ കോൺവെർസേഷൻ. പണ്ട് എങ്ങനെയായിരുന്നു? പണ്ട് ഒരു വൺ വേ ടോക്ക് പോലെയൊക്കെയുള്ള ഒരു സംസാരങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ ജനറൽ നോർമൽ ടോക്കാണ്. അപ്പൊ അതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഒരിക്കലും റെഡിമൈഡിസം വേണ്ട, നമ്മളായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ. പിന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോ പിന്നെ ആദ്യത്തെ 30 സെക്കൻഡ്സ് കഴിഞ്ഞു, പിന്നെ മിഡ് ഏരിയ കഴിഞ്ഞു, പിന്നെ ലാസ്റ്റ് ക്ലോസിംഗ് പാർട്ട്. ക്ലോസിംഗ് പാർട്ടിൽ ലാസ്റ്റ് 30 സെക്കൻഡ്സ് അവിടെ സമ്മറൈസ് ദ കോർ മെസ്സേജ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കോർ മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യുക? സമ്മറൈസ് ചെയ്യുക. എന്താണ് അതിൽ പറഞ്ഞത്? അപ്പൊ അതില് കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവരോട് ഒരു ആക്ഷൻ എടുക്കാൻ പറയാ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞില്ല, ഐ ചലഞ്ച് ഈച്ച് ഓഫ് യു ടു ടേക്ക് വൺ സ്മോൾ സ്റ്റെപ്പ് ദിസ് വീക്ക് ടു ഇംപ്ലിമെന്റ് വാട്ട് വി ഡിസ്കസ് ടുഡേ. അതായത് എന്താണ്? കോൾ ടു ആക്ഷൻ എന്നാണ്. കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ചലഞ്ച് ചെയ്യുക. കോൾ ടു ആക്ഷൻ. നിങ്ങളിത് ചെയ്യാൻ സന്നദ്ധമാണോ? നമുക്കിത് ചെയ്തുകൂടെ? തുടങ്ങിയിട്ടുള്ള അവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ആ ഒരു ലാസ്റ്റ് പാർട്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ അവരോട് നമ്മളെ ഒരു തോട്ടിലേക്ക് കടന്നു വരുന്ന രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ഒരു ഉദാഹരണത്തിന് എന്താണ്, ഹൗ വിൽ യൂസ് നമ്മൾ ഈ ഒരു ഇൻഫോർമേഷൻ, ഹൗ വിൽ യു യൂസ് ദിസ് ഇൻഫോർമേഷൻ ടു ഇംപ്രൂവ് യുവർ ലൈഫ് ഓർ lives of others. നമ്മൾ ഈ ഒരു ഇൻഫോർമേഷൻ നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ? ഇങ്ങനെയുള്ള നമ്മളൊരു തോട്ട് കൊണ്ടുവരുന്ന രൂപത്തിൽ, അതായത് പെട്ടെന്നേ നമ്മൾ പോയിന്റുകളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കരുത്. 4 പോയിന്റ് ഉണ്ട്, ഈ 4 പോയിന്റ് ഇന്നതാണ്, ഓക്കെ ബൈ ബൈ ടാറ്റ എന്ന് പറഞ്ഞു പോകരുത്. മറിച്ച് എന്താണ്, കോൾ ടു ആക്ഷൻ പറയണം. നിങ്ങൾക്ക് ഇത് ചെയ്തുകൂടെ? നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? ഇങ്ങനെയൊക്കെ കേട്ടില്ലേ? നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ലെ? നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് ചെയ്യുക? നമ്മൾ ഇന്ന് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ എന്ന് തുടങ്ങും?
കോൾ ടു ആക്ഷൻ. മനസ്സിലായില്ലേ? ഇതാണ് കോൾ ടു ആക്ഷൻ. അതിൽ തോട്ട് പ്രൊവോക്ക്, ഒരു തോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു സാധനം നമ്മളവിടെ പറയാന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പിന്നെ വേണമെങ്കിൽ നമുക്ക് പവർഫുൾ കോട്ട് ഓർ സ്റ്റോറി, എന്തെങ്കിലും ഒരു കോട്ട് പറയാം. ഒരു ഏതെങ്കിലും ഒരു എബ്രഹാം ലിങ്കൻ പറഞ്ഞതോ അതിൽ APJ അബ്ദുൽ കലാം പറഞ്ഞതോ, എപ്പോഴും നമ്മള് തീരം കേൾക്കാത്തത് പറയാൻ വേണ്ടി ശ്രമിക്കുക. പ്രഗത്ഭരാണ്, പക്ഷെ എപ്പോഴും പിന്നെ APJ അബ്ദുൽ കലാമിന്റെ ഡ്രീമിനെ കുറിച്ചുള്ള അതൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള സാധനമായിരിക്കും. അതൊന്നും പറയാതെ APJയുടെ തന്നെ എന്തോരം കോട്ടുകളുണ്ട്, ആരും കേൾക്കാത്ത അത്ര സുപരിചിതമല്ലാത്ത കോട്ടുകളൊക്കെ ഉണ്ടാവും. അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോട്ടുകളൊക്കെ കൊണ്ടുവരാം, കണ്ടുപിടിക്കുക. അങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ നമുക്കതിൽ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, ഒരു ലാസ്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് അവിടെ പറയാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഒരു മെമ്മറബിൾ ആയിട്ട് നമ്മൾ അതിനെ അവസാനം നമ്മുടേതായിട്ടുള്ള ഒരു ഓൺ ശൈലിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്കതിൽ പിന്നെ അതിൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇവിടെ ലാസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ലെറ്റ്സ് സേ യുവർ സ്പീച്ച് ഈസ് അബൌട്ട് പ്രൊമോട്ടിംഗ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. അതായത് നമ്മളുടെ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയാണ്. അപ്പൊ അവിടെ ലാസ്റ്റ് നമുക്ക് വേണം ഐ ചാലഞ്ച് ഈച്ച് ഓഫ് യു ടു റെഡ്യൂസ് യുവർ കാർബൺ ഫുട് പ്രിന്റ് ബൈ മേക്കിംഗ് വൺ സിമ്പിൾ ചേഞ്ച് ദിസ്. അതായത് ഈ ഒരു ആഴ്ചയിൽ നമുക്ക് ഈ ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു കാർബണിന്റെ ആ ഒരു ഫുട് പ്രിന്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ അവരോട് ചോദിച്ചിട്ട് നമുക്ക് അവരൊരു കോൾ ടു ആക്ഷനിലേക്ക് അവരെ ആക്ഷൻ എടുപ്പിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ, അല്ലെ, റീയൂസബിൾ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്തുകൂടെ, അതല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് യൂസ് ചെയ്തുകൂടെ തുടങ്ങിയിട്ടുള്ള, അതല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ചിതറിക്കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ നമുക്ക് പിന്നെ കളക്ട് ചെയ്ത് അതല്ലെങ്കിൽ പരിസരം ശുദ്ധീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ചില സ്റ്റെപ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ വി ക്യാൻ ഓൾ കോൺട്രിബ്യൂട്ട് ടു എ ഹെൽത്തിയർ പ്ലാനറ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. നമ്മളുടെ ജനറേഷൻ മാത്രം ഇങ്ങനെ അനുഭവിച്ചാൽ മതിയോ? അടുത്ത ഒരു ജനറേഷനും ഈ ഭൂമിയെയും വായുവിനെയും പരിസ്ഥിതിയെയും വെള്ളത്തെയും ഒക്കെ അനുഭവിക്കാൻ നമുക്ക് അതിന്റെ ഒരു സാധ്യതയെ നമുക്ക് കൊടുക്കണ്ടേ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ് ചോദിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഒരു ലാസ്റ്റത്തെ ഒരു പിന്നെ ലാസ്റ്റത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ പിന്നെ അതിന്റെ ഒരു ടോട്ടൽ ഒരു എക്സാമ്പിളും കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ടോട്ടൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒരു പിന്നെ വോയിസ് ടു ടൈം മാനേജ്മെന്റ് ഫോർ ബിസി പ്രൊഫഷണൽസ്. ഇതാണ് നമ്മുടെ 5 മിനിറ്റ്സിന്റെ ഒരു പിന്നെ ഒരു വോയിസ് നോട്ട് എന്ന് കരുതാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഹുക്ക് പോയിന്റ് ആണ്, ഹാവ് യു എവർ എൻഡ് യുവർ ഡേ വണ്ടറിങ് വേർ ഓൾ യുവർ ടൈം വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ ഓരോ ദിവസം കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കാറില്ലേ ഈ സമയം എവിടെ പോയിന്ന്? മനസ്സിലായില്ലേ? ഇതൊരു സ്റ്റാർട്ടിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യു ആർ നോട്ട് അലോൺ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ പോലെ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ നമ്മൾ എന്താണ് ഒരു ഹുക്ക് നമ്മൾ അവിടെ ഉണ്ടാക്കുകയാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹുക്ക് പോയിന്റിൽ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഉൾപ്പെടുത്താം. എന്നിട്ട് നമ്മൾ എന്താണ് അതിന്റെ മെസ്സേജ് നമ്മൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പിന്നെ 3-4 മിനിറ്റ്സിൽ പറയാൻ പറ്റുന്ന പോയിന്റുകൾ 1, 2, 3 ഇത്രയും പോയിന്റുകൾ നമ്മളവിടെ പിന്നെ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോകുന്നേ. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ക്ലോസ് 30 സെക്കൻഡ്സ് അല്ലേ? അപ്പോ നമ്മൾ പറയുന്നതാണ് ലെറ്റ് മീ ലീവ് യു വിത്ത് ദിസ് തോട്ട്, യു വിൽ നെവർ ഫൈൻഡ് ടൈം ഫോർ എനിത്തിങ്, ഇഫ് യു വാണ്ട് ടൈം യു മസ്റ്റ് മേക്ക് ഇറ്റ് എന്നുള്ളത് എന്താണ് ഒരു കോട്ടാണ്. ഓക്കെ, ആ കോട്ട് പറയാ. അതേപോലെ തന്നെ യുവർ കോൾ ടു ആക്ഷൻ, പിക്ക് വൺ ടെക്നിക് ടുഡേ, ജസ്റ്റ് വൺ. അല്ലെ, ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞ 4 പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമോ? അത് നിങ്ങൾക്കൊരു 3 ദിവസമെങ്കിലും നിങ്ങൾക്കത് പരിശീലിക്കാൻ പറ്റുമോ? അതിനുശേഷം നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ നിങ്ങൾ തിരിച്ചറിയുക. ഇങ്ങനെ നമ്മൾ അതിന്റെ ഒരു കോൾ ടു ആക്ഷനിലേക്കും അതിന്റെ ഒരു ക്ലോസിംഗിലേക്കും നമ്മൾ കൊണ്ടുപോവുക. ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇമാജിൻ എ ലിസണർ.
ഓക്കെ, സ്പീക്ക് ലൈക്ക് യു ആർ ടോക്കിംഗ് ടു വൺ പേഴ്സൺ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു സാധാ നോർമൽ കോൺവെർസേഷൻ പോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ കാണാം. അതേപോലെ തന്നെ യൂസ് വാം ടോൺ, അതായത് അവോയ്ഡ് റോബോട്ടിക് ഓർ ഓവർലേ ഫോർമൽ സ്പീച്ച്, ഓവർലി ഫോർമൽ സ്പീച്ച്. അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു റോബോട്ടിനെ പോലെയോ അതല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് സംസാരം കൊണ്ടുവരാതിരിക്കുക. സ്മൈൽ വൈൽ സ്പീക്കിംഗ്, അല്ലെ? സ്മൈൽ വൈൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും എന്താണ്, നമ്മളെ കാണുന്നില്ലല്ലോ, നമ്മളെ കാണുന്നില്ലല്ലോ, പിന്നെ നമ്മൾ ചിരിക്കുന്നതെന്ന്, അല്ലെ? പക്ഷെ നമ്മൾ വോയിസ് ഇടുന്ന സമയത്ത് നമ്മൾ ചിരിക്കുന്നുണ്ടോ എന്ന് വോയിസിലൂടെ അറിയാൻ പറ്റും. നമ്മൾ ചിരിച്ചിട്ടാണോ പറയുന്നത് അതല്ലെങ്കിൽ ഞാൻ പ്ലസന്റ് ആയിട്ടാണോ പറയുന്നത് എന്ന് വോയിസിന്റെ ഒരു ടോണിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഓൾവേസ് ബി പ്ലസന്റ്. അതായത് നമ്മൾ റിയലി നമ്മൾ പ്ലസന്റ് ആയിട്ട് തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളത്. ഇതെല്ലാം നമുക്ക് നാളേക്കുള്ള പ്രാക്ടീസ് ആണ്. ഓക്കെ, എല്ലാം നമുക്ക് നാളേക്കുള്ള പ്രാക്ടീസ് ആണ്. അതേപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിക്കുന്നില്ല കേട്ടോ, ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവസാനിക്കുന്നത്. ലിസൺ ആൻഡ് റിഫ്ലക്ട്, ലിസൺ ആഫ്റ്റർ സെൻഡിങ്, ചെക്ക് ഇഫ് യു സൗണ്ട് ക്ലിയർ ആൻഡ് കോൺഫിഡൻറ്റ്. വോയിസ് ഇട്ട് കഴിഞ്ഞാല് വോയിസ് കേൾക്കുക, നമ്മൾ ഇട്ട വോയിസ് നമ്മൾ എന്ത് ചെയ്യുക, കേൾക്കുക. അപ്പോ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വോയിസ് നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ ആ വോയിസിനെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങാം, അതിനെ കേൾക്കുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക എങ്ങനെയുണ്ട്, ഹൗ ഡു യു ഫീൽ, എവിടെയാണ് എനിക്ക് പിന്നെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ടത്, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്കുകൾ വന്നത് എന്ന് സെൽഫ് അനാലിസിസ് ചെയ്യുക. ഓക്കെ, ബാക്കി എല്ലാവരുടേതും നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാം, അതൊന്നും നമ്മൾ വേണ്ടാതൊന്നും പറയുന്നില്ല. ബട്ട് നമ്മളെക്കാൾ വലിയ ഒരു പിന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാവില്ല. കാരണം നമുക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്ന്, അല്ലെ? നമ്മളെ ഡ്രീം നമുക്കുണ്ടാവും, ഓരോരുത്തർക്കും എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഒരു കാഴ്ചപ്പാടുണ്ടാവും. ആ കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ എത്തേണ്ടത്, വേറൊരാളുടെ കാഴ്ചപ്പാടിലേക്കല്ലോ എത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ അനാലിസിസ് ചെയ്യുക, എന്താണ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ അനാലിസിസ് ചെയ്യുക. പിന്നെ ഐഡന്റിഫൈ ഇംപ്രൂവ്മെന്റ്സ്. എന്താണ് നെക്സ്റ്റ് ടൈമിൽ നമുക്ക് എവിടെയാണ് നമുക്ക് പിന്നെ ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത്. പ്രാക്ടീസ് ഡെയിലി, സ്മോൾ റിഫ്ലക്ഷൻസ് ലീഡ് ടു ബിഗ് പ്രോഗ്രസ്. ഇതെന്ത് ചെയ്യാ, പ്രാക്ടീസ് നമ്മൾ ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാസ്ക് പറയുന്ന ദിവസങ്ങളിൽ അല്ലെ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം, നിരന്തരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അതിൽ 1-2 പോയിന്റുകളും പറഞ്ഞിട്ട് ആ ഒരു ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. അവോയ്ഡ് കോമൺ മിസ്റ്റേക്ക്, റാംബ്ലിംഗ് വിത്തൗട്ട് എ ക്ലിയർ പോയിന്റ്. അതായത് ഒരു പോയിന്റ് ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. എന്താണ്, ഇങ്ങനെ പോയിന്റിലേക്ക് നമ്മൾ എത്തൂല, അതിന് പകരം ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു സംവിധാനം ഇല്ലാതിരിക്കുക. സ്പീക്കിംഗ് ടു ഫാസ്റ്റ് ഓർ ടു സോഫ്റ്റ്, അതായത് നല്ല സ്പീഡിലും അതല്ലെങ്കിൽ വളരെ സ്ലോയിലും സംസാരിക്കാതിരിക്കുക, നോർമൽ നമ്മൾ പിടിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഓവർ യൂസിങ് ഫില്ലർ വേർഡ്സുകൾ അതല്ലെങ്കിൽ ആ എന്നൊക്കെ പറയുന്ന ഫില്ലർ വേർഡ്സുകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ബാധ്യത തവണ ഇടുമ്പോ എന്തായാലും ഉണ്ടാകും, റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു ഉമ്മെങ്കിലും കുറയ്ക്കാൻ പറ്റണം. ഒരു ഒരു 10-20 ഉണ്ടെങ്കിൽ ഒരെണ്ണെങ്കിലും കുറച്ച് കഴിഞ്ഞാല് സെറ്റായി. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, അത് നോക്കാം. പിന്നെ സൗണ്ടിങ് മെമ്മറൈസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നാച്ചുറൽ, അതായത് കാണാപ്പാടം പഠിച്ചിട്ട് പറയാതിരിക്കുക. എന്താണ് കാണാപ്പാടം പഠിക്കുക? കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മരണം വരെ നിങ്ങൾക്ക് പേപ്പർ വേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണം, പോയിന്റുകൾ മാത്രം എഴുതി വെക്കുക നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന. അതല്ലാതെ 5 മിനിറ്റ് നിങ്ങൾ എന്ത് പറയണമെന്ന് എസ്സേ പോലെ എഴുതി വെച്ചിട്ട് വായിക്കരുത്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റും ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഹുക്ക് പോയിന്റ് എന്താണ്, അത് ജസ്റ്റ് ഒരു ഒറ്റ ലൈനിൽ എഴുതി വെക്കുക. അപ്പൊ ആ ലൈൻ കണ്ടാൽ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു പോയിന്റ് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ പറയണം എന്നുള്ളത് നമ്മൾ തന്നെ സ്വന്തം പറയാം.
അപ്പോൾ പോയിന്റുകൾ മാത്രം എഴുതി വെക്കുക. അതല്ലാതെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എസ്സേ പോലെ എഴുതി വെച്ചിട്ട് വായിക്കലല്ല ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ വോയിസ് നോട്ട് ഇടുമ്പോൾ നിങ്ങൾ നോട്ട് തയ്യാറാക്കിക്കോ. നോട്ട്സ് പോയിന്റുകൾ തയ്യാറാക്കി നിങ്ങൾ വെച്ചോ, നിങ്ങൾ മുന്നിൽ വെച്ചോ. എന്നിട്ട് ആ പോയിന്റുകൾ നോക്കിയിട്ട് നിങ്ങൾ പറയാ. അതല്ലാതെ എഴുതി ഫുള്ളി എഴുതി വെച്ചിട്ട് പറയരുത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ പോസ് ചെയ്യുക. ഓക്കെ. പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ സംസാരത്തിന്റെ ഇങ്ങനെ ഒരു ഫാസ്റ്റ് പോലെ പോവാതിരിക്കുക. ഇടയിൽ നമ്മൾ പോസ് ഒക്കെ ചെയ്യുക, ആവശ്യത്തിന് ശ്വാസം ഒക്കെ എടുക്കുക. ഓക്കെ. അതേപോലെ തന്നെ ഡോണ്ട് ഫിയർ റീ റെക്കോർഡിങ്. ഇപ്പോൾ ഒരു പ്രാവശ്യം എടുത്തപ്പോൾ നമുക്ക് തോന്നി എന്താണ് ഒരു പകുതി എത്തിയപ്പോൾ തോന്നി എന്താണ് ഇത് പോരാ, ഇറ്റ്സ് ഓക്കെ, ഒരെണ്ണം കൂടി എടുക്കാം. പിന്നെ കുറച്ചെത്തിയപ്പോൾ വീണ്ടും തോന്നും സ്വാഭാവികമായിട്ട് ഇത് അത്ര അങ്ങോട്ട് ആയില്ലല്ലോ. അപ്പോ ഒരു മാക്സിമം പോയ 2 അതല്ലെങ്കിൽ 3, അതിൽ കൂടുതൽ നമ്മൾ റീ റെക്കോർഡ് ചെയ്യരുത്. 10 പ്രാവശ്യവും 20 പ്രാവശ്യവും റീ റെക്കോർഡ് ചെയ്യാൻ പോകരുത്. അങ്ങനെ ചെയ്താൽ എന്താ പറ്റുക? ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചെയ്യും, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഓർമ്മ വരാം ഞാനും 10 പ്രാവശ്യം ചെയ്യേണ്ടതെന്നാണ് ആലോചിക്കുക. അപ്പൊ അത് ചെയ്യാതെ പോകും. അപ്പൊ ആയതുകൊണ്ട് 1 or 2 തവണ നിങ്ങൾക്ക് റീ റെക്കോർഡ് ചെയ്യാം. അതിനു മുകളിലേക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇട തന്നെ, വേറെ അതേപോലെ തന്നെ ഇടാം, അതേപോലെ തന്നെ വോയിസ് ആക്കിയിട്ട് ഇടാം. അതേ അത്രയും പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. 100% പെർഫെക്റ്റ് ആയാലേ ഞാൻ വോയിസ് വിടൂന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്ക് വോയിസ് വിടാൻ പറ്റൂല. അപ്പോ ഇംപെർഫെക്ഷൻ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. ഇംപെർഫെക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? വോയിസ് നോട്ടുകൾ നമ്മൾ ഇന്ന് മുതൽ ചെയ്തു തുടങ്ങണം. അപ്പൊ ഇന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ഇന്ന് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് മുതൽ അടുത്ത ക്ലാസ് ആവുന്നതിന്റെ ഇടയിൽ ഒരു വോയിസ് നോട്ട് ഇടണം. അതേതാണ്? നിങ്ങൾ നേരത്തെ നിശ്ചയിൽ എഴുതി വെച്ച ആദ്യത്തെ ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വോയിസ് നോട്ട് നിങ്ങൾ ഇടുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് കഴിയാവുന്നത് പോലെ ഇടുക. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ക്ലാസ് നോട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കീറി മുറിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആസ് നോർമൽ നമ്മൾ ചെയ്യുക. പിന്നെ ഓരോന്നും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ. ഇനി ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. സർ എനിക്കൊരു സംശയമുണ്ട്. പറഞ്ഞോ. അപ്പോ സാർ നേരത്തെ പറഞ്ഞത് നമ്മൾ എൻഡ് ചെയ്യുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു തോട്ട് പ്രോസസ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇത് ചെയ്തുകൂടെ, അതിനുശേഷം നമ്മൾ ആ വോയിസ് കട്ട് ചെയ്യാണോ വേണ്ടത്? അവിടെ ഒരു ബൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പം നമുക്കിനി അങ്ങനെ ചെയ്യാൻ പറ്റൂല, ഇനി നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് ഇനി എന്തെങ്കിലും വേണോ? മീൻസ് ഒരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നമ്മളൊരു വോയിസ് അയക്കുന്ന സമയത്ത് കട്ടാകുന്ന ഒരു പ്രതീതി ഉണ്ടാവില്ല. എന്റെ സംശയം. അതെ. അതായത് ലാസ്റ്റ് നമ്മൾ ആ പറയുന്നതിൽ പിന്നെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നുണ്ടല്ലോ അതില്. അതായത് തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യനും ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറയുന്നത് ലീവ് വിത്ത് സ്ട്രോങ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. 4ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഞാൻ സ്ലൈഡ് കാണിച്ചിട്ട്. ഓക്കെ. അതായത് ഇവിടെ നമ്മൾ കോൾ ടു ആക്ഷൻ പറയുന്നു, തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻ പറയുന്നു, പിന്നെ നമുക്ക് പവർഫുൾ കോട്ട് ഓർ സ്റ്റോറി പറയാം, പിന്നെ ലീവ് ദം വിത്ത് എ സ്ട്രോങ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. അതാണ് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇപ്പോ ലാസ്റ്റ് നമ്മൾ മറ്റേ എൻവയൺമെന്റിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മളുടെ ജനറേഷന് മാത്രം ഈ ഒരു പരിസ്ഥിതി ആസ്വദിച്ചാൽ മതിയാകില്ല, മറിച്ച് വരുന്ന തലമുറക്കും ഈ ഒരു പരിസ്ഥിതി പിന്നെ ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു പ്രവർത്തനം നിർവഹിക്കാം. അതെന്തായി? അല്ല, അതാണ് ചോദിച്ചത്. നിർവഹിക്കാം അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ വോയിസ് കട്ട് ചെയ്യാം. പിന്നെ നമ്മളൊരു ആ ടോണിൽ നമ്മളൊരു സ്ലോ മോഡുലേഷനിൽ നിർവഹിക്കാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യണം. അത് ചിലപ്പോ കട്ട് ചെയ്യണ സമയത്ത് ഇത് പെട്ടെന്ന് നമ്മളൊരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ കട്ടാവാൻ സാധ്യത. അത് നമ്മള് പിന്നെ അത് അവിടെ എത്തിക്കുകയാണ് ചെയ്യുക. അതായത് നമ്മളിപ്പോ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് വിളിക്കും. പക്ഷെ പിന്നീട് നമ്മൾ പതുക്കെ ബ്രേക്ക് പഠിക്കും എന്നതുപോലെ തന്നെ ഈ സാധനം ഒരു ലാൻഡിങ് ആണ്. ലാൻഡിങ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് പോലെയും ഫ്ലൈറ്റ് പൊങ്ങുന്നത് പോലെയാണ് ഈ ഒരു വോയിസ് നോട്ട് ഉണ്ടാവുക. അപ്പൊ അതേപോലെ നമ്മളത് ഇങ്ങനെ ലാൻഡ് ചെയ്യിപ്പിച്ച അവസാനം അതിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പൊ അവിടെ നമുക്ക് ഒരു ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അവിടെ നമ്മളത് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്.
ചെറിയ PDF നമുക്ക് കിട്ടുമല്ലോ. അയച്ചുതരാം. സാറ് ഫസ്റ്റ് പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ പറയുന്ന വോയിസ് കേൾക്കുന്ന ആളെ ഫീലിംഗ് എങ്ങനെയാണെന്ന് നോക്കണം. അതെ. അതിന്റെ അതെന്താ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അവർക്ക് അതെ. മനസ്സിലാവുന്ന രീതിയാണോ അല്ലെങ്കിൽ നമ്മളെ സംസാരത്തിന്റെ ആ ഒരു സ്പേസ് ആണോ, എന്താണ് ചെയ്യുന്നത്? അതായത് അവർക്ക് എന്താണ് നമ്മളുടെ സംസാരത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്, അതായത് അറ്റ് ദ ഫൈനൽ എൻഡ് 5 മിനിറ്റ് കഴിഞ്ഞാല് ശരിക്കും അവരെങ്ങനെയായിരിക്കണം അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ അതായത് 5 മിനിറ്റ് വോയിസ് വിടാണല്ലോ. അപ്പൊ വോയിസ് വിടുന്നതിന് മുമ്പ് ഈ 5 മിനിറ്റ് വോയിസ് കഴിഞ്ഞതിന് ശേഷം ഈ ഓഡിയൻസ് അതിൽ കേൾക്കുന്ന ആള് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, എന്ത് ഇൻഫോർമേഷൻ ആണ് ഇദ്ദേഹത്തിന് ഗെയിൻ ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? അത് ഓക്കെ. അപ്പോ അത് നമ്മളിപ്പോ ഒരു നല്ലൊരു പോയിന്റ് ആണ് പറയുന്നതെങ്കിലും അവിടെ നമ്മളെ ആ ഒരു സംസാരത്തിന്റെ ശൈലി അവിടെ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതോ അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് ഗ്യാപ്പ് ഒക്കെ കൊടുക്കണ്ട അവിടെ? ഇപ്പൊ ചില ആള് സംസാരിക്കുമ്പോ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കല്ലോ, ഒരു പോയിന്റ് കഴിഞ്ഞ് അടുത്ത പോയിന്റ് കഴിഞ്ഞ് അങ്ങനെ. അത് ചിലതിൽ അങ്ങനെ നമുക്കൊരു ഇമാജിനേഷൻ കിട്ടാനുള്ള ഒരു സ്പേസ് ഉണ്ടാവാറില്ല ചില ആളെ സംസാരത്തിൽ, ഒരു വിഷ്വൽ ചെയ്യാനുള്ള. അതാണ് ഉദ്ദേശിച്ചത്. അതും ഇതിൽ പെടുവോ? അല്ല, അതല്ല ഉദ്ദേശിച്ചത്. അതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഫിസിക്കലി ഒക്കെ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചു നേരമൊക്കെ വെയിറ്റിംഗ് കൊടുക്കാം. പക്ഷെ നമ്മളൊരു വോയിസ് നോട്ട് ഇടുന്ന സമയത്ത് നമുക്ക് അവിടെ വെയിറ്റിംഗ് പീരീഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് കണ്ടിന്യൂസ്ലി തന്നെ പോകണം. ബട്ട് പോസുകൾ എടുക്കാൻ നമുക്ക് ഇപ്പൊ ഒരു പോയിന്റ് പറഞ്ഞതിന് ശേഷം അടുത്ത പോയിന്റ് വരുന്ന സമയത്ത് ഒരു പോസ് നമുക്ക് ഇടാം. അതല്ലാതെ നമ്മൾ അവിടെ കുറെ നേരം വെയിറ്റിംഗ് പീരീഡ് കൊടുക്കരുത്. വെയിറ്റിംഗ് പീരീഡ് വോയിസ് നോട്ടിൽ അങ്ങനെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല. ഒരാൾക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് വോയിസ് നോട്ടിൽ കൊടുക്കില്ല. പക്ഷെ നമ്മൾ ഫിസിക്കലി നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ വെയിറ്റിംഗ് പീരീഡ് മാത്രമല്ല നമുക്ക് കൊടുക്കാൻ പറ്റുക. ആ പറഞ്ഞ ഒരു സാധനത്തെ വേറൊരു രീതിയിലും നമ്മൾ അവതരിപ്പിക്കും. റിപ്പീറ്റഡ് ആയിട്ട് പറയും. ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ക്വസ്റ്റ്യനെ തന്നെ നമ്മൾ വേറൊരു രൂപത്തിലും കൂടി ചോദിക്കും. അപ്പൊ അവിടെ ഒരു ടൈം കിട്ടുമല്ലോ ആൾക്ക് ചിന്തിക്കാൻ. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. ക്ലിയർ ആയല്ലോ അല്ലെ? ക്ലിയർ ആയില്ലെങ്കിൽ ക്ലിയർ ആയില്ല എന്ന് പറയണം കേട്ടോ. ക്ലിയർ ആയി. അല്ല, എല്ലാവരോടും കൂടി പറഞ്ഞതാണ്. ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ യെസ് ക്ലിയർ ആയെന്ന് പറയണ്ട. ക്ലിയർ ആയില്ലെങ്കിൽ സാറേ ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാലോ. അല്ല, ഇത് പലർക്കും പല ശൈലിയായിരിക്കുമല്ലോ. അവരിപ്പോ നമ്മൾ ഇതിന്റെ ഒരു മെത്തേഡ് ഓക്കെ ആയിരിക്കും, പക്ഷെ സംസാരിക്കുന്ന രീതികൾ പല വ്യത്യാസം ഉണ്ടാവില്ല. ഉണ്ടാവും. അത് നമ്മുടെ യുണീക്ക്നെസ് ആണല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ നോർമൽ ടോക്ക് സംസാരിച്ചാൽ മതി. എല്ലാവരും ഓരോ വ്യത്യസ്ത ശൈലിയായിരിക്കും. ആ ശൈലി നമ്മുടെ ശൈലിയാണത്. ആ ശൈലിയിൽ മതി, മുന്നോട്ട് പോയാൽ മതി. അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നല്ല പറഞ്ഞത്. വേണ്ട, നമ്മുടെ ശൈലി നമ്മൾ കീപ്പ് ചെയ്താൽ മതി. നമ്മുടെ ശൈലിയെ നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ നമുക്ക് പറ്റുക. നമ്മുടെ ശൈലി ഓക്കെയാണ്. പിന്നെ അതിനെ ചെറിയ മോൾഡിങ് മാത്രമേ വരുത്താനുണ്ടാവുള്ളൂ. അതായത് നമ്മളുടെ വോയിസ് മോഡുലേഷൻ, നമ്മളുടെ വോയിസിന്റെ ടോണ്, ഇതൊക്കെ ഓക്കെ ആയിരിക്കും. അതിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ പാട്ടുകാരെടുത്ത് നോക്കിയേ, എല്ലാ പാട്ടുകാരും ഒരേ വോയിസ് ആണോ? അല്ലല്ലോ, ഡിഫറെന്റ് അല്ലേ? അപ്പൊ ഇതേപോലെ പിന്നെ ആക്ടേഴ്സ് ആയിക്കഴിഞ്ഞാലും ആക്ട്രസ് ആയി കഴിഞ്ഞാലും എല്ലാവരും ഡിഫറെന്റ് വോയിസ് ആണ്. അപ്പോ നമ്മുടെ വോയിസ് നമുക്ക് ബ്രാൻഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് ബ്രാൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ച് തന്നെയാണ് ബ്രാൻഡ് ആവുന്നത്. സർ, പറഞ്ഞോ. എനിക്കൊരു ഭാഗം കേട്ടില്ല. ഈ 3 പാർട്ട് സ്ട്രക്ചർ ഉണ്ടല്ലോ, ഹുക്ക് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? കണക്ഷൻ പോയി. രണ്ടാമത്തെ പറഞ്ഞത് മെയിൻ പോയിന്റ്സ് ആണ്. ആ ഒരു 3 to 4 മിനിറ്റ്സിൽ നമ്മൾ മെയിൻ പോയിന്റ് പറയാം. അപ്പൊ അവിടെ നമ്മൾ പോയിന്റുകൾ ബ്രേക്ക് ചെയ്തിട്ട് ഒരു 3-4 പോയിന്റുകൾ അവിടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ചിട്ട്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് പറഞ്ഞിട്ട് അതിനൊരു പേഴ്സണൽ എക്സ്പീരിയൻസോ ഒരു പേഴ്സണൽ ഇൻസൈറ്റോ ഒക്കെ നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ പോയിന്റ് അവിടെ അവതരിപ്പിക്കുക. അപ്പോൾ 2 പോയിന്റോ 3 പോയിന്റോ അത് കണ്ടന്റ് ആണ്. നമ്മൾ മെയിൻ ബോഡി എന്ന് പറയുന്ന പോലെ തന്നെ അതാണ് നമ്മുടെ വോയിസിന്റെ ഏറ്റവും പ്രധാന ഘടകം. അതെ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്നും ആയിരിക്കൂല എല്ലാവരും വോയിസ് ഇടുന്നത്.
ഇതൊരു ഫോർമാറ്റ് ആണ്, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫസ്റ്റ് 3 seconds ആണ് ഹുക്ക് എന്ന് പറഞ്ഞു അല്ലെ? എന്നാൽ ഈ ഹുക്ക് ഇടാത്തതും വൈറലാവും, ഈ ഹുക്ക് ഇല്ലാത്തതും ചില 1 million ഒക്കെ അടിച്ച വീഡിയോസ് കാണാൻ ഇതിനൊരു ഹുക്കും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ചിലപ്പോ ഞാൻ വോയിസ് ഇടുമ്പോഴും ഈ സ്ട്രക്ചറിലൊന്നും അയക്കില്ല ഇടാം. അതായത് നമ്മളൊരു ലെവൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ അവിടെ പിന്നെ ഹുക്ക് ഉണ്ടോ അതൊന്നും നോക്കിയിട്ടില്ല ആളുകൾ കേൾക്കുക. ആളുകൾ കേൾക്കുന്നത് ചിലപ്പോൾ ഹുക്ക് നോക്കിയിട്ടൊന്നല്ല, ആളെ വിലയിരുത്തിയിട്ട് കേൾക്കും. ഇപ്പൊ ഒരാൾ ആ ഒരു ഹയർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാലും ആളെ കേൾക്കാൻ ആളുകൾ ഉണ്ടാവും. കാരണം ആൾക്കറിയാം എന്താണ് ഇയാൾ ഈ ഒരു ലെവലിൽ എത്തിയ ആളാണ്, ഇയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഒരു ജേണിയാണ്. അപ്പൊ ഒരു സ്റ്റാർട്ടിങ് അല്ലെ, സ്റ്റാർട്ടിങ് ജേണിയിൽ നമ്മൾ ചില സ്റ്റാൻഡേർഡുകൾ നമ്മൾ കീപ്പ് ചെയ്യും. ഈ സ്റ്റാൻഡേർഡുകൾ നമ്മൾ ആ ഒരു റൂട്ടിലേക്ക് കയറാൻ വേണ്ടി മാത്രമാണ്. റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് നമ്മുടേതായിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവരാം. ഓക്കെ, ഇനി ചിന്തിക്കണം എന്താ പറയാ, ഇപ്പൊ ഈ 10 ടോപ്പിക് എഴുതിയില്ലേ, നമ്മൾ ഈ 10 ടോപ്പിക്കിനുള്ള ഹുക്കും സാധനങ്ങളൊക്കെ ഇപ്പൊ കണ്ടുപിടിക്കണല്ലോ. അല്ലാത്ത പക്ഷെ നമ്മളൊരു വോയിസ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ 4 minute ഒക്കെ ഇടാൻ പറ്റും. ഇപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് സാർ ആദ്യം പറഞ്ഞതുപോലെ ഇതിപ്പോ കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് അതായിരിക്കും എന്ന് പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, അതായത് ഞാനതാ പറഞ്ഞത്, കൂടുതൽ നിങ്ങൾ ചിന്തിച്ച് ഇതിങ്ങനെ ആണ് എന്നൊന്നും ചിന്തിക്കണ്ട, കൂടുതൽ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടണ്ട. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കത് നഷ്ടപ്പെടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചാറ്റ് GPT യൂസ് ചെയ്യാം. ചാറ്റ് GPT യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഹുക്കും കണ്ടുപിടിക്കാം, എല്ലാം കണ്ടുപിടിക്കാം. അപ്പോ ചാറ്റ് GPT ആരൊക്കെ യൂസ് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. സർ. ഓക്കെ, ജെമിനി യൂസ് ചെയ്തിട്ട് ഞാൻ ഹുക്ക് പോയിന്റ് എടുത്തതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അതേപോലെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് സർ. അതിലും നമുക്ക് ഇതേപോലെ തന്നെ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടും. ഓക്കെ. ആ ആപ്പ് ഏതാണെന്ന് പറഞ്ഞേ? ഗ്രൂപ്പ്, GRO. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ ഞാൻ തരുന്ന PPT ഉണ്ടല്ലോ, ഈ PPT ചാറ്റ് GPTയിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക, പ്രോംപ്റ്റ് ചെയ്യുക, എന്താണ് ഗിവ് മീ ദ സ്ട്രക്ചർ. ഓക്കെ, എന്താണ് ടോപ്പിക് കൊടുക്കുക. ടൈം മാനേജ്മെന്റ് ആണെങ്കിൽ ടൈം മാനേജ്മെന്റ്. ഓക്കെ, ആസ് പെർ അറ്റാച്ച്ഡ് ഡോക്യുമെന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്ന അതേ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചാറ്റ് GPT എഴുതി തരും. മനസ്സിലായില്ലേ? അപ്പോ ചാറ്റ് GPT ഉപയോഗിച്ചിട്ട് അങ്ങനെയും നമുക്ക് പറ്റും. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഹുക്ക് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ എഴുതിയിട്ട് ഇങ്ങനെ ഒരു സാധനം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചാറ്റ് GPT നിങ്ങൾക്ക് തരും. അപ്പോ അത് നമുക്ക് യൂസ് ചെയ്യാം, ചാറ്റ് GPTയുടെ സപ്പോർട്ട് എടുക്കാം. ചാറ്റ് GPTയുടെ സപ്പോർട്ട് എടുക്കാന്നല്ല, ചാറ്റ് GPT സപ്പോർട്ട് എടുക്കണം. ചാറ്റ് GPT സപ്പോർട്ട് എടുക്കാത്ത ഒരു ട്രെയിനറും ഉണ്ടാവാൻ പാടില്ല. കാരണം AI ഉപയോഗിക്കാത്ത ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അത്രയും കഷ്ടപ്പെടും. ഇപ്പോ നമ്മളുണ്ടാക്കുന്ന പിന്നെ PPTകൾ, നമ്മളുണ്ടാക്കുന്ന കണ്ടന്റുകൾ ഒക്കെ നമ്മൾ ഇതേപോലെ ചാറ്റ് GPT വെച്ചിട്ടും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ പിന്നെ ഒരു PPT ഉണ്ടാക്കാനൊക്കെ ചിലപ്പോൾ 2 മണിക്കൂർ നമ്മൾ ഇരിക്കണം. ആ 2 മണിക്കൂർ ഇരിക്കേണ്ട ഒരു PPT ആണ് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ എത്ര മണിക്കൂറാണ് നമ്മൾ സേവ് ചെയ്ത്? അല്ല, അന്ന് ആരോ ചോദിച്ചില്ല എന്നോട്, മറ്റേ സാറേ പിന്നെ നോട്ട്സ് വേണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് 5 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ, ഈവൻ കണ്ടന്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് അത് സ്ട്രക്ചർ ചെയ്യുക, അതിലെന്ത് കണ്ടന്റ് വരണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പോഴേ നമുക്കത് രൂപപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ടെക്നോളജി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ നമുക്കത് പിന്നെ
നമ്മുടെ ആ ഒരു എയുടെ ക്ലാസ് നമ്മൾ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് അതിൽ പറയാം എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം, എന്തൊക്കെ പ്രോംപ്റ്റ് കൊടുക്കാം എന്നൊക്കെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചർച്ച ചെയ്യാം. ഓക്കെ, 46. ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ ഓക്കെ ആണോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ? ഓക്കെ ആണോ? നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയോ? അതല്ലെങ്കിൽ ഹൗ ഡു യു ഫീൽ? ഒരു ഓവറോൾ ഒരു ഭയങ്കര സിമ്പിൾ സംഭവമാണ്, ബട്ട് നമ്മളുടെ ഒരു കോർ സംഭവമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുക. ഒരു വോയിസ് ഇടുക എന്നുള്ളത് ഒരു കേവലം ഒരു തമാശയായിട്ട് നമ്മൾ കാണാതെ അതിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുക. അത് നമ്മളുടെ കരിയറിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. കാരണം സ്റ്റിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നതിൽ അധിക കാര്യങ്ങളും ഞാൻ പണ്ട് വോയിസ് ഇടുമ്പോഴൊക്കെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത സംഭവങ്ങളാണ്. അപ്പൊ നമ്മളൊരു സ്റ്റോറി നമ്മൾ പറയുന്നു. അപ്പൊ നമ്മൾ സ്റ്റോറി വോയിസ് ഇടുന്ന സമയത്ത് നമുക്കതൊരു പ്രാക്ടീസിങ് ആണ്. നമുക്കൊരു ഫിസിക്കൽ ക്ലാസ് കിട്ടുമ്പോൾ, ഒരു വെബിനാർ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിൽ നിന്ന് ആ സ്റ്റോറി വരും സ്പോണ്ടേനിയസ് ആയിട്ട്, അല്ലെ? സ്പീച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല. ഇപ്പൊ കവിത എഴുതണം അല്ലെങ്കിൽ കഥ എഴുതണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു പുസ്തകം എടുത്തിട്ട് കുറെ എഴുതിയതിനു ശേഷം ഈ വേർഡ് ചൊവ്വില്ല, എടുത്ത് മാറ്റാം, ഇങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷെ സംസാരിക്കുന്ന സമയത്ത് പറ്റൂലല്ലോ. വന്ന് പോയാ പോയി, അത്രേ ഉള്ളൂ, അല്ലെ? കറക്റ്റ് സാധനം ആ കറക്റ്റ് സമയത്ത് എത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബ്രെയിനിനെ നമ്മൾ നേരത്തെ തന്നെ ഫീഡ് ചെയ്യണം. നമ്മുടെ മെമ്മറിയിലേക്ക് ഈ സാധനം ഫീഡ് ചെയ്യണം. അപ്പൊ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റേഷൻ ആണ്, അതല്ല റീകോളിംഗ് ആണ്, അല്ലെ? നമ്മൾ എക്സാമിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ പറയുന്നതാണ് ലോങ് ടൈം മെമ്മറിക്ക് പോകണമെങ്കിൽ എന്താണ്? പഠിച്ചത് തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് വീണ്ടും പഠിക്കണം ഈ ആഴ്ച, അപ്പോഴേ ലോങ് ടൈം മെമ്മറിക്ക് പോവുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഒരു കഥ പഠിച്ചു വെച്ചു പറയാൻ വേണ്ടിയിട്ട്, ആ കഥ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറന്നുപോകും. ബട്ട് നമ്മളത് ഇടയ്ക്കിടെ പറയണം, ഇടയ്ക്കിടെ നമ്മൾ സംസാരിക്കണം, ഇടയ്ക്കൂടെ അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അത് ഞാൻ ആരും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോ നമ്മള് പിന്നെ മുസ്ലിങ്ങളിൽ നമ്മള് പിന്നെ പറയാറുണ്ട്, നമ്മൾ ഈ ഖുർആൻ മനപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയും. മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും. നമ്മളത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, റീകോൾ ചെയ്യുക. നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ല പ്രാക്ടീസിങ് എന്ന് പറയുന്നത് വാട്സപ്പ് മെസ്സേജിങ് ആണ്. അതൊരു കണക്ഷൻ ബിൽഡപ്പ് ചെയ്യലാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാനുള്ളത്. ഇനി ഓരോരുത്തരും പറയൂ, എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്? അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ വോയിസ് ഒക്കെ ഇടാറുണ്ടോ? അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നത്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഞാൻ പൊതുവെ വളരെ കുറവ് വോയിസ് ഇടുന്നതാണ്. കുറെ നേരം ആലോചിക്കും. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ 2 വട്ടമൊക്കെ ഇട്ടിട്ട് മാറ്റിയിട്ട് പിന്നെ നോക്കും, ഇത് ശരിയായിട്ടില്ല, ഒന്നുകൂടെ നന്നാക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ 2-3 പ്രാവശ്യം കഴിയുമ്പോ അതങ്ങ് ഇടും എന്തായാലും. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി മുതൽ നമ്മൾ അവിടെ മാറാണ്, ചേഞ്ച് ചെയ്യാണ്. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, നമ്മളിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് ശരിക്കും മാറ്റം ഉണ്ടാവും, നല്ല മാറ്റം ഉണ്ടാവും. അപ്പൊ നമ്മളിതൊരു ബേസ്, ഞാൻ പറഞ്ഞില്ലേ, ബേസിൽ നമ്മൾ തുടങ്ങിയ വോയിസ് ഇട്ട്, പിന്നെ നമ്മൾ സൂമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത്, പിന്നെ സൂമിൽ പ്രാക്ടിക്കൽ കഴിഞ്ഞ് പിന്നെ 1 hour സെഷൻ ഒക്കെ എടുത്ത് വരുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല കോൺഫിഡന്റ് ആവും. അപ്പൊ ആ സൂമിൽ നമ്മൾ പ്രാക്ടിക്കൽ എടുക്കുമ്പോൾ നമ്മളെ സപ്പോർട്ടീവ് ആവുന്നത് ഇത്തരം വോയിസ് നോട്ടുകളൊക്കെ തന്നെയാണ്. നേരത്തെ നമ്മൾ ഇട്ട വോയിസ് നോട്ടുകൾ നമുക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ട് വരും. അത് 100% ഷുവർ ആണ്. അപ്പൊ അത് നമ്മൾ ആ രീതിയിൽ തന്നെ കണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമ്മൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക. ഓക്കെ, വേറെ ആരാ? പറഞ്ഞ അഭിരാം സാർ. ഞാന് ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോ പരിചയപ്പെടുത്താനൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഞാനാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമയം വോയിസ് ഇട്ടത്, 5 മിനിറ്റിൽ കൂടുതൽ. അപ്പോ ഞാനിപ്പോ ഇതൊക്കെ കേട്ടപ്പോ ഞാൻ ആലോചിക്കും, ഞാൻ പൊതുവേ എനിക്ക് വലിയൊരു കാര്യം ചെറുതാക്കി പറയാൻ തീരെ അറിയില്ല. അപ്പൊ എന്തെങ്കിലും സ്കൂൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് വീണ്ടും വീണ്ടും കേൾക്കും. നമ്മുടെ സ്വന്തം
ഗ്രൂപ്പിൽ തന്നെ വീണ്ടും വീണ്ടും കേട്ട് അതിനെ ചുരുക്കി 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 എത്ര ചുരുക്കിയാലും ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് എന്തായാലും വരും. അപ്പോ സാറിന്റെ ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത്. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് വോയിസ് ഇടുന്ന സമയത്ത് സാറിന്റെ ഈ പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും. നല്ലോണം എന്താണ് പറയാ ട്രൈ ചെയ്യേണ്ട ഒരു ഫീൽഡ് തന്നെയാണ് ഈ വോയിസ് ഇടുക എന്ന് പറഞ്ഞാൽ. സാറ് ഫസ്റ്റ് പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മളുടെ വിശേഷങ്ങൾ 5 മിനിറ്റ് 10 മിനിറ്റ് കേൾക്കാൻ നേരെയില്ലല്ലോ ഇപ്പോ. അപ്പൊ അതുകൊണ്ട് പഠിക്കണം. ഈ വോയിസ് ഇടുന്നത് ശരിക്കും പഠിച്ചു തന്നെ ഇരിക്കണം ഇന്നത്തെ കാലത്ത്. താങ്ക് യു സാർ. ഓക്കെ വെൽക്കം. അതെ, താങ്ക് യു മാം. അഭിരാം സാർ പറയൂ. അല്ല സാർ, വോയിസ് ഇടാറുണ്ട്. ഇത്രയും ഈ സ്ട്രക്ചർ ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. മുമ്പ് നമ്മൾ വോയിസ് ഇടുമ്പോൾ ഇട്ട് കഴിയുമ്പോൾ ഒരു ആശ്വാസമാണ് നമ്മൾ ആ വോയിസ് ഇട്ട്. ഇപ്പൊ ഇത് കേട്ടപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് കേട്ടപ്പോ കുറച്ച് ശരിയാണ്. പ്രൊഫഷണൽ ടച്ച് ഉള്ളത് നമ്മുടെ ഈ പറയുമ്പോൾ ആക്ഷേപിക്കാൻ നല്ലതാണ്. അപ്പൊ ഇത് ഈ ഒരു ഫോർമാറ്റ് തന്നെ ട്രൈ ചെയ്യും. ആ ട്രൈ ചെയ്ത് നമ്മൾ ട്രെയിനേഴ്സ് ആവും. ഇപ്പൊ ട്രെയിനേഴ്സ് ആവുമെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് മുന്നോട്ട് പോകും. എന്തായാലും താങ്ക് യു സാർ, ഇങ്ങനെ ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ തന്നത്. താങ്ക് യു. ഓക്കെ വെൽക്കം. സാർ, ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പുതിയൊരു ഇത് കിട്ടിയത് ആ ഹുക്ക് പോയിന്റ് ആണ്. നമ്മളെ ഒരു ആളെ പിടിച്ചു നിർത്തുന്ന, പിന്നെ അതേപോലെ ഞാനൊക്കെ വോയിസ് വിടാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കറക്റ്റ് സ്ട്രക്ചറിൽ അത് ഭംഗിയാക്കി എടുക്കുന്ന ഒരു മെത്തേഡ് ഇപ്പോഴാണത് മനസ്സിലായത്. നമ്മൾ പറയാറുണ്ടാവും, പക്ഷെ അതിൽ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പോയിന്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. ഇപ്പൊ അതിനൊരു കറക്റ്റ് ഒരു പ്ലാന് സ്കെച്ച് തന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി അത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളെ ആ ഒരു വോയിസിലേക്ക് എത്തിച്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. സാർ, ഇപ്പൊ നമ്മൾ ഈ വോയിസ് നോട്ട് ഇടുക എന്ന് പറഞ്ഞ ഇപ്പൊ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞത്, നമ്മളൊരു പബ്ലിക് സ്പീക്കിങ്ങിന് മുന്നോടിയായിട്ട് ഒരു ടോപ്പിക്കിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ആവണം, ആ പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ട് അതിനകത്ത് വരുന്ന കണ്ടന്റ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് വേണം നമ്മളൊരു കാര്യം പ്രിപ്പയർ ചെയ്യാൻ. അതല്ലേ സാറേ അതിന്റെ ബേസ്? അതല്ലേ അതിലേക്കുള്ള ഒരു ചൂണ്ടുപലക എന്നുള്ള രീതിയല്ലേ ഈ വോയിസ് നോട്ട്സ് സാറ് പ്രിപ്പയർ ചെയ്ത് അവിടെ നിന്ന് തുടങ്ങണം എന്ന ഉദ്ദേശിച്ചത്? അതല്ലേ? അതാണോ? എനിക്ക് അങ്ങനെ അതായത് വോയിസ് നോട്ട് അതെ, അത് വോയിസ് നോട്ട് നമ്മളൊരു പ്രാക്ടീസിന്റെ ഭാഗം മാത്രമാണ്. വോയിസ് നോട്ടും സ്പീച്ചും എൻറ്റയർലി ഡിഫറെന്റ് തന്നെയാണ്. എന്നാൽ ഇതുണ്ട്, പിന്നെ ഒരേപോലെ തന്നെയാണെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഹുക്ക് പോയിന്റ് ചിലപ്പോ നമ്മൾ ഈ വാട്സപ്പിലും റീൽസിലൊക്കെയാണ് കൂടുതൽ ഹുക്ക് പോയിന്റുകൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. മറ്റേ സ്പീച്ചിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് കുറച്ചും കൂടി വൈഡ് ആയിരിക്കും എന്ന് മാത്രം. അതായത് ലെങ്തിനനുസരിച്ചിട്ടാണ്. 1 hour സ്പീച്ച് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഇതൊരു പ്രാക്ടീസിന്റെ ഭാഗമായിട്ട്, അതായത് നമുക്കൊരു കോൺഫിഡൻസ് തരിക, അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു വിഷയങ്ങളിൽ നമുക്കൊരു എക്സ്പീരിയൻസ് അതിലുണ്ടാവുക, നമ്മളത് അങ്ങനെ പറയണമെന്ന് പഠിക്കുക. പിന്നെ വാട്സപ്പ് വോയിസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ്. വീഡിയോ പോലല്ല. വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങണം, ഒരു സ്ഥലം പോയി നോക്കണം, ക്യാമറ സെറ്റ് ചെയ്യണം, എന്തൊക്കെ പാടാണ്. വോയിസ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനമാണ്. ഏറ്റവും എളുപ്പമുള്ള സാധനം വോയിസ് വിടല. എന്നാ ആ വോയിസ് നോട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരാളെ പിടിച്ചു കുലുക്കാൻ പറ്റും നമുക്ക്. ഒരു വോയിസ് നോട്ട് മതി അല്ലേ? ഒരാളെ കാണണമെന്ന് പോലും ഇല്ല. അപ്പൊ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്കൊരു വോയിസ് വിടാം അല്ലെ? അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും ഡിസ്കഷൻ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വോയിസ് ഇടാം. ഇങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാവും. ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും. ഇപ്പൊ നമ്മുടെ മുമ്പത്തെ ഒരു ബാച്ചിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടീച്ചർ അബാക്കസ് അങ്ങനെ കുറെ ഇതുള്ളതാണ്. അപ്പൊ പിന്നെ ടീച്ചർ എന്ത് ചെയ്തു, ഈ വോയിസ് നോട്ട് നേരെ കുട്ടികളുള്ള ഇതിലിടാൻ തുടങ്ങി. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയി തുടങ്ങി. കുട്ടികൾ ഓരോ ദിവസം ടീച്ചറുടെ ഓരോ ഇതേപോലുള്ള സ്റ്റോറീസ് ഒക്കെ വന്ന് പറഞ്ഞ് ഹുക്ക് പോയിന്റ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ പിന്നെ പിള്ളേര് വേറെ ലെവലായി. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയൊക്കെ നമുക്ക് സൂട്ടബിൾ ആയിട്ട്. പക്ഷെ കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് പിന്നെ ഇടുന്ന വോയിസ് വേറെയും ടാർഗറ്റ് ഓഡിയൻസ് വേറെയും ആവരുത്. അപ്പൊ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടൂല. മനസ്സിലായില്ലേ? അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇടുന്ന വോയിസ്
എവിടെ ആയിരിക്കണം, ഇത് ഇവിടെ സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ അവിടെ കൊണ്ടിടാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിസൾട്ട് കിട്ടും. ഓക്കെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് പറഞ്ഞു നിർത്തിയിട്ട് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ പറഞ്ഞ അവസാനം എത്ര പേര് എത്തി. വോയിസ് ഇടുന്ന കാര്യത്തില് എനിക്ക് ഒട്ടും ക്ഷാമില്ലാന്ന് ഫൈസൽ തന്നെ അറിയില്ല. ഇഷ്ടംപോലെ വോയിസ് ഇടുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ. പക്ഷെ ഒരു വോയിസ് ഇടുമ്പോ ഇത്രയധികം കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം വോയിസ് ഇടാൻ എന്നുള്ളത് അറിയില്ലായിരുന്നു. നമ്മൾ പറയും ഒരു മെസ്സേജ് കൊടുക്കാനാണ് അങ്ങനെയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇടുന്ന വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കോൺവെർസേഷൻ മുഴുവൻ വോയിസിലൂടെയാണല്ലോ. ഗ്രൂപ്പിലെല്ലാം എന്ത് മെസ്സേജസ് ആണെങ്കിലും എല്ലാം വോയിസ് ഇടുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോ ഒരു ഗ്യാതറിങ്ങിനെ അഡ്രസ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പം ഇത്തരത്തിലുള്ള ഭാഗങ്ങളുണ്ട്. ഒരു വോയിസ് നോട്ട് എന്നല്ല, ഇപ്പൊ പ്രസന്നേച്ചി പറഞ്ഞ പോലെ നമ്മൾ എവിടെയെങ്കിലും അഡ്രസ് ചെയ്തൊരു ട്രെയിനിങ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഒക്കെ സെഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിന് ഇങ്ങനെ ഒരു 3 പാർട്ട്, ഒരു ഹുക്കും മെസ്സേജും ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നത് അങ്ങനെ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ള ഒരു കാര്യം ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു. ഇതില് പിന്നെ ഇത് ട്രെയിനിങ്ങിന്റെ ഓവറോൾ ഇതല്ല, ഇത് ജസ്റ്റ് വാട്സപ്പ് വോയിസിന്റെ മാത്രമാണ് പറഞ്ഞത്. ട്രെയിനിങ്ങിന് നമ്മൾ ശരിക്കും വേറെ അടുത്തൊരു ലെവൽ കാര്യങ്ങൾ വരാനുണ്ട്. അപ്പൊ ഞാൻ പറയും അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എന്തൊക്കെ പാർട്ടാണ് അതിൽ വരാന്നുള്ളത് വേറെ പറയും. ഇതിപ്പോ വാട്സപ്പ് വോയിസിന് നമുക്ക് പറ്റും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്പീച്ചിന്റെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ പറ്റും. ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ എൻറ്റയർലി കുറച്ചും കൂടി എലമെന്റുകൾ ഇതിൽ കൂടും. അത് നമ്മൾ ആ സമയത്ത് പറയും എങ്ങനെയൊക്കെയാണ് അത് സ്ട്രക്ചർ ചെയ്യാന്നുള്ളത്. ട്രെയിനിങ്ങിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. സ്റ്റിൽ വി ആർ എന്താണ് പുറത്ത് തന്നെയാണ്, മുറ്റത്ത് തന്നെയാണ് ഉള്ളത്. അകത്ത് തുറന്ന് ഉള്ളിൽ കയറിയിട്ടില്ല. എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ ആണ്. കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ വോയിസ് ഇടാറുണ്ട്, അതിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് വോയിസ് ഇടാറില്ല. പിന്നെ വേറെ വലിയൊരു കെണി ഇതിൽ എന്താ വെച്ചാല് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 5 മിനിറ്റോട് വെക്കണം. നമുക്ക് 15 മിനിറ്റ് 20 മിനിറ്റ് ആണെങ്കിൽ നമുക്കത് പറയാൻ എളുപ്പമായിരിക്കും. പക്ഷെ 5 മിനിറ്റ് വെക്കുക എന്നുള്ളത് വളരെ ടാസ്ക് ആണ്. പക്ഷെ അതായിരിക്കും നമുക്ക് പിന്നീട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടുതൽ സൗകര്യം കിട്ടുക. അതായിരിക്കും സാറങ്ങൾ ഉദ്ദേശിച്ച് മനസ്സിലാക്കുന്നത്. 5 മിനിറ്റ് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സാർ ഉദ്ദേശിച്ച് മനസ്സിലാക്കുന്നത്. നല്ലൊരു പോയിന്റ് ആണ്. അതെ. അതായത് ടൈം ലിമിറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുക എന്നുള്ളൊരു ക്വാളിറ്റിയാണ്. അതായത് നമ്മൾ ഒരു ടൈം നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 5 മിനിറ്റിൽ സംസാരിച്ച് നിർത്താൻ, അതിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ക്വാളിറ്റിയാണ്. നമ്മൾ പ്രസംഗ മത്സരത്തിന് കണ്ടിട്ടില്ലേ, 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെല്ലടിക്കും. അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. അതായത് ഇനി അതല്ല, നമ്മൾ തന്നെ നമ്മൾ സംഘാടകരായി, എന്നിട്ട് നമ്മളൊരു ടീമിനെ വിളിച്ചു പ്രസംഗിക്കാൻ, എന്നിട്ട് നമ്മളൊരു 1 മണിക്കൂർ സമയം കൊടുത്തു, ഇയാള് 2 മണിക്കൂറായിട്ട് നിർത്തിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ അയാളെ നമ്മൾ വിൽക്കുവോ? ഇല്ല അല്ലെ? കാരണം നമ്മളിരുന്നിട്ട് വയർക്കും. കാരണം ഇയാൾ നിർത്തണമില്ല. ഇയാൾക്ക് പിന്നെ ആളോട് പോയി ചെവിയിൽ പറയുന്നു, അയാൾക്ക് എഴുതി കൊടുക്കുന്നു, ഇയാൾ നിർത്തണ്ടേ? അപ്പോ നമ്മള് കറക്റ്റ് ആയിട്ട് നമുക്ക് ടൈമില് കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. ഇപ്പൊ ഈ അടുത്ത് ഒരു കുട്ടി ബന്ധപ്പെട്ടു. അപ്പൊ ആ കുട്ടിക്ക് പിന്നെ പ്രസംഗ മത്സരമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്തൊക്കെയാണ് ടോപ്പിക്. അപ്പൊ ടോപ്പിക് പറഞ്ഞപ്പോ പിന്നെ ഇങ്ങനെ ഇന്ത്യൻ ജനാധിപത്യം, അതേപോലെ തന്നെ പിന്നെ നമ്മുടെ കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പൊളിറ്റിക്സ്, അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ടൈം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ് ആണ് എന്ത് കോമ്പറ്റീഷന്റെ ടൈം. ഒറ്റ മിനിറ്റിൽ സംസാരിക്കണം, ഇംഗ്ലീഷിലാണ്. അപ്പൊ നമ്മള് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും ഷോർട്ടാണ് അല്ലെ? ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ പോലും ഏറ്റവും കൂടുതൽ കാണുന്നത് വീഡിയോസിനേക്കാൾ റീൽസ് ആണ്. റീൽസും ഷോർട്സ് ആണ് നമ്മൾ കാണുന്നത്. കാരണം വീഡിയോസ് 10 മിനിറ്റിന് 15 മിനിറ്റ് കണ്ടിരുന്ന കാലം ആ ഒരു ക്ഷമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ടും ഏറ്റവും ക്രിസ്പി ആക്കിയിട്ടും നമുക്ക് പറയാൻ പറ്റുന്നിടത്താണ് നമ്മുടെ വിജയം. അതിനെ നമുക്ക് ലെങ്തി ആക്കി കൊണ്ടുപോകാം ആവശ്യത്തിനനുസരിച്ച്. അപ്പൊ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വോയിസിൽ നിങ്ങൾ ധാരാളം കണ്ടന്റുകൾ പറയാം. ഇപ്പൊ ചില കവിതകൾ ഉണ്ടല്ലോ 3 വരി ഉണ്ടാവുള്ളൂ, ആകെ 3 വരി ഉണ്ടാവുള്ളൂ. ഈ 3 വരി അല്ലെ, നമ്മുടെ കുഞ്ഞുണ്ണി മാഷിന്റെ ഒക്കെ
ചില വരികൾ കേട്ട് കഴിഞ്ഞാല് അത് മതിയാവും അല്ലെ. ആകെ 2 വരിയോ 3 വരിയോ ഉണ്ടാവുള്ളൂ, അതിലെല്ലാം ഉണ്ടാവും. ഒരു ആർട്ടിക്കിൾ വായിക്കണ അത്ര സംഭവം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സംസാരത്തെ ക്രിസ്പിയാക്കിയും നമ്മൾ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്. തീരെ സംസാരിക്കാത്ത ആരൊക്കെയാണുള്ളത്? സ്റ്റീന ആരാണെന്ന്? സ്റ്റീന മാം പറയൂ. സ്റ്റീന മാം, അതേപോലെ തന്നെ രഹന മാം സംസാരിച്ചിട്ടില്ല എന്ന്. റിയ മാം കണ്ടിരുന്നല്ലോ അല്ലെ, നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്നു, അപ്പൊ കുഴപ്പമില്ല. ജോളി മാം സംസാരിച്ചിരുന്നോ? സൂം യൂസർ ആരാ? പിന്നെ ഭാവിനി മാം ഉണ്ടല്ലോ ഇവിടെ അല്ലെ. ഓക്കെ, ബിസി ആയിരിക്കും അല്ലെ എല്ലാവരും. ഞാൻ ജസ്റ്റ് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഞാൻ കണ്ടന്റ് ഫുള്ളി കേട്ടില്ല, ബട്ട് മനസ്സിലായി എന്താണ് ഡിസ്കസ് ചെയ്തതെന്നുള്ളത്. എനിക്ക് റെക്കോർഡിംഗ് കേട്ടോളാം. ബട്ട് എനിവേ അത് വളരെ നല്ല, എനിക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടന്റ് ആണെന്ന് മനസ്സിലായി. ഞാൻ അധികം വോയിസ് നോട്ട്സ് ഇട്ട് എനിക്ക് ശീലവും ഇല്ല. നമ്മുടെ ഫാമിലിയിലും കസിൻ അവർക്കൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ടിട്ട് ശീലമില്ല. ബട്ട് ഇത് വെരി യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ട്. കേട്ടോളാം, ഞാൻ റെക്കോർഡിംഗ് കേട്ടോളാം സർ. താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ് സത്യം പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ ഈ വോയിസ് നോട്ടിന് ഇത്രയധികം ഇമ്പോർട്ടൻസ്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പം സത്യത്തിൽ ഇതിപ്പോ എങ്ങനെ ഈ ഹുക്ക് വെച്ച് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ എൻഡ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ആണ്. പ്രാക്ടീസോട് കൂടിയിട്ട് ശരിയാവും എന്നുള്ളൊരു ഇതുണ്ട് ഇൻഷാ അല്ലാ. ഓക്കെ. പിന്നെ ഈ ഹുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് വോയിസ് ഇടാതിരിക്കരുത്. അങ്ങനൊന്നും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾ നിൽക്കരുത്. ഇതൊരു അവയർനെസ് മാത്രമാണ്. അതായത് നമുക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും എന്നുള്ള ഒരു ബോധ്യമെങ്കിലും വേണമല്ലോ. ഓടിച്ചോ, പക്ഷെ ഒരു ആ വളവിൽ നിൽക്കുന്നുണ്ടാവും ചിലപ്പോ എന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ, ആ ബോധമെങ്കിലും ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ചിലപ്പോ വളവിലോ ആ തെരുവിലോ അവിടെ സൈഡാക്കിയിട്ട് ചിലപ്പോൾ നിൽക്കാൻ സാധ്യത ഉണ്ട് എന്നെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അപ്പുറത്ത് കൂടെ തിരിച്ചു പോവാലോ നമുക്ക്. അപ്പോ അതേപോലെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, അത് വേറെ വിഷയം. ഇതിനോട് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതേപോലെ പിന്നെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല, കാർ ഓടിച്ചാൽ സീറ്റ് ബെൽറ്റ് ഇടണം. ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ട ആസ് എ ട്രെയിനർ. ഓക്കെ, നമ്മളിനി മോഡലാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു വാക്കിന് വിലയുണ്ട്, നമ്മുടെ ഒരു നോട്ടത്തിന് വിലയുണ്ട്, നമ്മുടെ സംസാരത്തിന്, നമ്മൾ എങ്ങനെ നടക്കുന്നു, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നമ്മളൊരു പൊതു മുതലായി മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മളൊരു മോഡലായിരിക്കണം, നമ്മളെ കണ്ടിട്ടായിരിക്കണം മറ്റുള്ളവർ അനുകരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ തന്നെ ആവുക, നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ധരിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ പിന്നെ സെലക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോഴേ ഒരു ട്രെയിനർ ആയി എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മൾ നടക്കുക, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇടപെടുക, നമ്മൾ സംസാരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ എന്തായാലും വളരെയധികം സന്തോഷം നമുക്ക് ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയതിൽ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഹായ് സർ, ഞാൻ ഷാഹിന. ഞാൻ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തു റീൽസും പിന്നെ വോയിസ് നോട്ട്സ് ഒക്കെ ചെയ്യാറുണ്ട് ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ. പിന്നെ ഇത്രയും കൂടി ഇംപ്രൂവ് ആകാൻ ഇന്നത്തെ ക്ലാസ് സഹായിച്ചു. താങ്ക് യു. ഓക്കെ, വെൽക്കം. ഓക്കെ, താങ്ക് യു. അപ്പോ ഭയങ്കര സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ. അപ്പൊ ഇന്നത്തെ നമുക്ക് ക്ലാസ് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എന്ത് പറയുന്നു? ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ മോർണിംഗ് ക്ലബിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5:30, ഓക്കെ, 5:30 ക്ലാസ് എടുക്കാൻ റെഡിയുള്ള ആളുകൾ എല്ലാവരും എടുക്കണം. 5:30 ക്ലാസ് എടുക്കുക, അതൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ സാഹിർ സാർ എടുത്തു. അതേപോലെ തന്നെ നമ്മുടെ ആരാ വന്നേ, വേറൊരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റെഫി മാം പറഞ്ഞിട്ടുണ്ട് എടുക്കാന്ന്. അതേപോലെ തന്നെ ഒരാളും കൂടി പറഞ്ഞിട്ടുണ്ട് എടുക്കാന്ന്. അപ്പോ നമ്മളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ആകെ 20-25 മിനിറ്റേ ഉള്ളൂ. നോർമൽ കാഷ്വൽ ഒരു ടോപ്പിക് കണ്ടെത്തിയിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക.
അതായത് നമ്മൾ റെഡിയാണ്. നിങ്ങൾ ക്ലാസ് എടുക്കാൻ വന്നാൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തരാൻ നമ്മൾ റെഡിയാണ്. അപ്പൊ നിങ്ങൾ പോന്നോളൂ. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉണ്ടാവും അവിടെ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ അത്തരം ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ ഏറ്റെടുക്കുക. അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോ ആദ്യത്തെ തവണ കോളാവൂന്ന്, ആ കോളാവട്ടെ, ആദ്യത്തെ കോളാവൽ ഉണ്ടാവട്ടെ. അപ്പോ അതിനുശേഷം വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോ അതിന് ഏറ്റവും ഒരു മൂർധന്യാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, കൊളാവാന്നുള്ളത് അല്ലേ. കൂടിപ്പോയ അത്രല്ലേ ഉണ്ടാവുള്ളൂ, അതിനപ്പുറത്തൊന്നും സംഭവിക്കൂലല്ലോ അല്ലേ. അപ്പൊ അത് ഇപ്പൊ നിങ്ങളാണ് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും അവിടെ. ഐ ക്യാൻ മാനേജ് ഇറ്റ്. അതല്ലെങ്കിൽ അവിടെ വേറെ ട്രെയിനേഴ്സ് ഉണ്ടാവും, ദേ ക്യാൻ മാനേജ് ഇറ്റ്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് അതിനെ കണ്ടാൽ മതി. അപ്പോൾ അത് അത്തരം ഓപ്പർച്യൂണിറ്റീസിനെ ഏറ്റെടുക്കാൻ പറ്റുന്നവരെ ഏറ്റെടുക്കുക. അത്രയും കോൺഫിഡൻസ് ഇല്ലാത്തവർ നമ്മൾ വോയിസ് നോട്ടൊക്കെ ഇട്ട് പിന്നെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നമ്മൾ അവിടേക്ക് എത്തും. നിങ്ങൾ അവിടെ എത്തിക്കും കേട്ടോ. നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തിച്ചിരിക്കും. നിങ്ങൾ ഇടക്ക് പോവാണെങ്കിൽ ഐ കനോട്ട് ഡു എനിത്തിങ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ കൂടെ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് എന്താ ആരാ പറഞ്ഞേ? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഓക്കെ, ഞാൻ ഈ മോർണിംഗ് ക്ലബ് ഈ ഒരു ടൈമില് ഉള്ളോ? 5:30 വേറെ എന്തെങ്കിലും ടൈമിലുണ്ടോ? കാരണം ഞാനിപ്പോ ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എനിക്കിവിടെ 4:00 ആവത്തേ ഉള്ളൂ. പിന്നെ അത് കഴിയുമ്പോ പിന്നെ കുട്ടികളെ വിടുന്ന ടൈമാണ്. ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ. അല്ല, അത് നമുക്ക് പിന്നെ ഈവനിങ് നമുക്ക് സെഷൻസ് ഉണ്ടാകും. ഈവനിങ് സെഷൻസ് 7 o'clock നമുക്ക് സെഷൻസ് ഉണ്ടാകും. അത് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഓപ്പർച്യൂണിറ്റി വരിക. അപ്പോ ഇപ്പൊ നമുക്ക് മോർണിംഗിൽ നമുക്കൊരു പിന്നെ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തതാണ്, റീസെന്റ് സ്റ്റാർട്ടഡ് ആണ് നമ്മൾ 5:30 എന്നുള്ള ഒരു. അപ്പോ അതില് നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ള രൂപത്തിൽ പറഞ്ഞതാണ്. ഈവനിംഗിൽ നമുക്ക് സെഷൻസ് ഉണ്ടാകും. 7 നോർമലി ട്രെയിനേഴ്സ് ക്ലബ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ആ സമയത്ത് പിന്നീട് വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എന്തായിരുന്നു? പറഞ്ഞോ, ആര് പറഞ്ഞല്ലോ? അല്ല, സെയിം തന്നെ സാറേ ഞാനും ചോദിക്കാൻ വന്നേ. കാരണം രാവിലെ 6 o'clock ഞാനും ഇവിടുന്ന് ജോലിക്ക് പോകും. പിന്നെ ബൈ ഈവനിങ് ഒരു 6 ഒക്കെ ആകുമ്പോഴേ എത്തുക. അപ്പൊ ആ മോർണിംഗ് ടൈം കൺവീനിയന്റ് അല്ല, കാരണം 5:30 എഴുന്നേക്കുന്ന തന്നെ. പിന്നെ എല്ലാം ചെയ്തിട്ട് 6 മണിക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ സെയിം ക്വസ്റ്റ്യൻ ആ കുട്ടി ചോദിച്ചപ്പം മനസ്സിലായി. വേറെ ഏതെങ്കിലും ഒരു ടൈം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൺഡേസ് ഉണ്ടോ സാറേ? സൺഡേസ് ഇല്ല മോർണിംഗ്? എല്ലാ ദിവസവും ഉണ്ട് മോർണിംഗ്, എല്ലാ ദിവസവും ഉണ്ട്. മോർണിംഗ് എല്ലാ ദിവസവും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് തേഴ്സ്ഡേകളിൽ ഉച്ചക്കൊരു പ്രോഗ്രാം വരുന്നുണ്ട് 2 മണിക്ക്. അത് പാരന്റിങ് സെഷൻ ആണ്. അവിടെ നമുക്കൊരു സ്ലോട്ട് കിട്ടും. അതേപോലെ തന്നെ പിന്നെ ഈവനിങ് നമുക്ക് 7 o'clock നമ്മൾ അത് നമുക്ക് കോഴ്സ് ഒക്കെ കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് അവിടെ സ്ലോട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം എല്ലാവർക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്ത വ്യാഴാഴ്ച നമുക്ക് മീറ്റ് ചെയ്യാം 8:30. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. Good night.